ഈ കോസ്മെറ്റോളജി എന്നൊരു വാക്ക് തന്നെ തെറ്റാണ്. ഈ ഇൻഫ്ലുവൻസേഴ്സും എല്ലാവരും ഈ കെ ബ്യൂട്ടി എന്ന് പറഞ്ഞ ഈ 10-15 എന്താ പറയുക സ്റ്റെപ്പ് കഴിഞ്ഞ കൊല്ലം ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇക്കൊല്ലം പി ബ്യൂട്ടി വരുമ്പോൾ അവർ 50 സ്റ്റെപ്പ് ആക്കോ അല്ലെങ്കിൽ 5 സ്റ്റെപ്പ് ആക്കോ. അപ്പോൾ നാട്ടുകാർക്ക് ബുദ്ധിയില്ലേ? ഷോ മീ വൺ ഇൻഫ്ലുവൻസർ ഹൂ ഈസ് യൂസിങ് സോ മച്ച് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് ദെൻ ഹാവ് എ ഗുഡ് സ്കിൻ. ഇത് പക്ഷേ ഈ സൗന്ദര്യവർദ്ധന എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞൊരു എഡിക്ഷൻ വരും. നമുക്കതൊരു മാനസിക പ്രശ്നമായിട്ട് ആൾക്കാർ നമ്മുടെ അടുത്ത് വരാറുണ്ട്. എനിക്ക് എന്നെ കാണാൻ ഭംഗിയില്ല, ഫേസ് വാഷ്, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ മതി. ദയവ് ചെയ്ത് നിങ്ങൾ ഈ 10-12 സ്റ്റെപ്പൊന്നും ചെയ്യല്ലേ. അത് ഞങ്ങൾ പോലത്തെ ആൾക്കാർക്ക് ബിസിനസ് കൂട്ടിത്തരും. അതാണ് സത്യം. പല ഡെർമറ്റോളജി ക്ലിനിക്കുകളും എനിക്കറിയാം അവർ ഉപയോഗിക്കുന്നത് ആഫ്റ്റർ മാർക്കറ്റിൽ ഈ പറഞ്ഞ ഇന്ത്യ മാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഗ്ലൂട്ടതയോണാണെന്ന് എനിക്കറിയാം. എല്ലാത്തിനെ കുറിച്ച് ഇങ്ങനെ ഓപ്പറേറ്റ് പറയുമ്പോൾ ശത്രുക്കളുടെ എണ്ണം കൂടില്ലേ? അപ്പോൾ ശത്രുക്കളൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. മേലെന്നുള്ള പ്രൊസീജിയറൽ പ്രോട്ടോകോൾസ് അല്ലാതെ തന്നെ ഉള്ളിൽ നിന്ന് തന്നെ ശരിയാക്കി എടുക്കാൻ പറ്റുമോ? അതാണ് എനിക്ക് നാട്ടുകാർക്ക് കൊടുക്കേണ്ടത്. കാരണം കോസ്മെറ്റോളജി ഈസ് എക്സ്പെൻസീവ്. തൊട്ടാ കാശാണ്. ഞാൻ എന്നും പറയും, എനിക്ക് പഠിച്ചവനെ പേടിയുള്ള ഒരാളാണ്. എനിക്ക് അറിഞ്ഞുകൊണ്ട് ഒരാളുടെ ഹെൽത്തിന് എനിക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ഈവൻ ഇഫ് മൈ പേരൻസ് ആർ നോട്ട് സപ്പോർട്ടീവ്, ഐ ഹാവ് ബിൽഡ് എൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ബിഹൈൻഡ് മീ. നോ, ദാറ്റ്സ് ഇനഫ്. നോ. നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കിന്റെ സ്പാർക്കുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം. വാപ്പ 10 രൂപ സമ്പാദിക്കാമോ എന്ന് ചോദിച്ചു, മകൾ കോടികൾ സമ്പാദിക്കുന്നു. ഈ ക്യാപ്ഷൻ സ്പാർക്കിന്റെ വീഡിയോസിൽ കാണാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. 4 വർഷങ്ങൾക്ക് മുമ്പ് സ്പാർക്കിൽ വൈറലായ ആ താരമാണ് ഇന്ന് എൻ്റെ ഒപ്പം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ ഒരിക്കൽ കൂടി കഥ പറയാൻ വന്നിരിക്കുന്നത്. ഇന്ന് കഥയേക്കാൾ ഉപരി ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ ഈ ഒരു പോഡ്കാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡോക്ടർ നിലൂഫർ ഷെരീഫ്, സ്വാഗതം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിലേക്ക് ഒരിക്കൽ കൂടി. നിങ്ങളുടെ ഇന്റർവ്യൂ ആണ് എനിക്ക് തോന്നുന്നു ഞാൻ കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂവിൽ ഏറ്റവും വൈറലായിരിക്കുന്നത്. ഇപ്പോഴും ആളുകൾ അത് പറയും. ഐ തിങ്ക് ദറ്റ്സ് എ ക്യാപ്ഷൻ ദാറ്റ് യു ഗേവ്. അതെ, ഐ തിങ്ക് താങ്ക് യു ഫോർ ദാറ്റ്. താങ്ക്സ് ടു രംഗു. അങ്ങനെ രംഗു ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, എല്ലാവർക്കും കുറേ ലൈക്ക് ഇങ്ങനെ വളർന്നു വന്ന സാഹചര്യം, അവിടുന്ന് ഒരു 0 to ഹീറോ സ്റ്റോറി ഉണ്ട്. ഡോക്ടർക്ക് എന്ത് എഴുതും ആലോചിച്ച് ഒരു ഡ്രൈവിങ്ങിൽ ഒരു 1.5 മണിക്കൂർ രംഗു ഇരുന്ന് ആലോചിച്ചുണ്ടാക്കിയതാണ് ആ ക്യാപ്ഷൻ. ഞാനത് പേഴ്സണലി എനിക്കൊരു ഗിഫ്റ്റായിട്ട് ഞാൻ ആ ഇന്റർവ്യൂ കാണുക. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ സമയത്ത് എൻ്റെ പേഴ്സണൽ എന്തായിരുന്നു, ആ സമയത്ത് ഞാൻ കടന്നു പോയിരിക്കുന്ന ഇഷ്യൂസൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പം ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു ടെഡെക്സ് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ എൻ്റെ ഒരു ഈ സ്പീച്ചും ആ ഇൻ്റർവ്യൂ ആയിരുന്നു. അത് പുറത്ത് വന്നപ്പോൾ എനിക്കതൊരു ഓക്കെ, എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ച 2 കാര്യങ്ങൾ. പോസിറ്റിവിറ്റി. അപ്പം ആ സന്തോഷത്തോടുകൂടി തന്നെ നമുക്ക് തുടങ്ങാം. ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് ദെയർഫോർ ബൈപ്പാസിലൊരു വലിയ ഓഫീസ്, ഒരുപാട് പ്രൊഡക്റ്റുകൾ, അങ്ങനെയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ദെയർഫോർ 4 കൊല്ലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് എവിടെ നിൽക്കുന്നു അല്ലേ? ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ അന്ന് എനിക്കൊന്ന് ഇത്രയും ക്ലിനിക്സ് നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കണ്ണൂർ, കാലിക്കറ്റ്, കൊച്ചി, തൃശ്ശൂർ, ട്രിവാൻഡ്രം ഒക്കെ നമ്മൾ ഫ്രാഞ്ചൈസ് യൂണിറ്റ്സ് തുടങ്ങി. കൂടുതൽ നമുക്ക് പ്രോഡക്ട്സിൻ്റെ കാര്യത്തിൽ നമുക്കൊരു എൻറ്റയർ ഒരു R&D ടീം നമുക്കിപ്പോൾ ഉണ്ട്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഫോർമുലേഷനെ കൂടെ നമുക്ക് നമ്മുടെ ഇ-കോമേഴ്സ്, ഇപ്പോൾ നമ്മുടെ പ്രോഡക്ട്സിന് ഒരു പാൻ ഇന്ത്യ പ്രസൻസ് വന്നു തുടങ്ങി. ക്ലിനിക്സ് ഈ പറഞ്ഞ പോലെ ഫ്രാഞ്ചൈസി നമ്മൾ കൊടുത്തു തുടങ്ങി. വെൽനെസ് ലെയേഴ്സ് നമ്മുടെ ക്ലിനിക്കിൻ്റെ പ്രോട്ടോകോൾസിൽ ആഡ് ചെയ്ത് തുടങ്ങി. ആൻഡ് വി ലുക്കിംഗ് ഫോർ ഫർദർ എക്സ്പാൻഷൻ. പക്ഷേ അന്ന് തുടങ്ങിയതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെയും സ്കെയിൽ ഇസ് ബിഗർ നൗ. 4 കൊല്ലമായില്ലേ, ഒരു സ്കെയിൽ ഇസ് ബിഗർ. ഇപ്പോൾ പറഞ്ഞു ഫ്രാഞ്ചൈസ് എന്ന് പറയുന്ന വാക്ക് മാത്രം എടുക്കുന്നു. പലപ്പോഴും ഡോക്ടറെ കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്ഥാപനത്തിന്റെ ഓണറെ കണ്ടിട്ടായിരിക്കും ആ ഒരു സ്ഥാപനത്തിലേക്ക് ഒരാൾ കയറി വരുന്നത്. സോ ഡോക്ടർക്ക് എത്രത്തോളം ഈ ഒരു ഫ്രാഞ്ചൈസി ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു? കാരണം ഇന്ന് കേരളത്തിൽ ഏറ്റവും ട്രെൻഡായിട്ടൊരു ബിസിനസ്സാണ് ഫ്രാഞ്ചൈസി കൊടുക്കുക, ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുക, നേരെ ഫ്രാഞ്ചൈസിയിലേക്ക് പോവുക. ഇതെങ്ങനെ നമ്മുടെ ആബ്സെൻസിൽ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും? അതിനാദ്യം ഞാൻ തീരുമാനിച്ചെന്താ വെച്ചാൽ, എപ്പോഴും എനിക്ക് തോന്നിയിരിക്കുന്ന വെച്ചാൽ നിലൂഫർ ഷെരീഫിന് ആളുകൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ദെയർഫോർ അറിയണ്ടാവില്ല. ഒന്നാമത് ആ പേര് തന്നെ കുറച്ച് ടഫാണ് പറയാൻ. ഒരിക്കലും നമുക്ക് ഇപ്പോഴും ചെറിയ ചെറിയ സിറ്റീസിൽ അതുകൊണ്ട് വെക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, എന്നെക്കാട്ടും കൂടുതൽ മുന്നിലായിരിക്കണം ബ്രാൻഡ്. ഇപ്പോൾ നിലൂഫർ ഷെരീഫിന് മുന്നിലായിരിക്കണം ദെയർഫോർ. ഇപ്പം ഞാൻ മാത്രമാണ് ആ ചാനലെങ്കിൽ ദാറ്റ്സ് നോട്ട് റൈറ്റ്. അപ്പോൾ ഞാൻ കാണുന്ന രീതിയിൽ ഓരോ ക്ലിനിക്കൽ കേസസിനെ എങ്ങനെയാണ് അതിനൊരു പ്രോട്ടോടൈപ്പായിട്ട് ഡെവലപ്പ് ചെയ്യുക, എങ്ങനെയാണ് എല്ലാ ഡോക്ടേഴ്സും ഇപ്പോൾ വരുന്നതിലിപ്പോൾ
നമ്മളെ സംബന്ധിച്ചിപ്പോൾ ഡോക്ടേഴ്സിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ MD ഡെർമറ്റോളജിസ്റ്റുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു MBBS ആളുകൾ വരുമ്പോൾ എല്ലാവരുടെയും ഒരു ബ്രെയിനെ ഒന്ന് റീവയർ ചെയ്തെടുക്കണം എനിക്ക് ആദ്യം. കാരണം ഇവർ കാണുന്ന ഒരു അപ്രോച്ച് മാത്രമല്ല ദർഫോറൈമിൽ ഒരു പിമ്പിൾ വന്നാൽ ഒരു ഓയിൻമെൻറ്റ് മാത്രം കൊടുക്കലോ അല്ലെങ്കിൽ ഒരു റീജനറേറ്റീവ് ആയിട്ടുള്ള ഈ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ആയിട്ടുള്ള PRP പോലത്തെ ആണോ അല്ലെങ്കിൽ ലേസർ ആണോ, ഇതിലെന്ത് ഡിസിഷനാണോ ഒരാൾ എടുക്കണേ എന്നുള്ളത് ആദ്യം എങ്ങനെ തീരുമാനിപ്പിക്കുക, അതിനൊരു സിസ്റ്റം വേണം. അപ്പോൾ എപ്പോഴെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എങ്ങനെ ഈ ഒരു ഇൻഡസ്ട്രീനെയും ഞാൻ എങ്ങനെ ഒരു കേസസിനെ കാണുന്നതിനെ ഡിജിറ്റലി എനിക്കെങ്ങനെ മാപ്പ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇതിനൊരു പ്രോട്ടോടൈപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ സിസ്റ്റത്തിൽ കൺട്രോൾ മെഷർ, ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ്, പ്രോഗ്രാം സിസ്റ്റംസ്, മെയിൻ്റനൻസ് സിസ്റ്റംസ് എന്നൊക്കെ പറഞ്ഞ് ഡിജിറ്റലി ഞങ്ങൾ അത്ര ബ്രേക്ക് ഡൗൺ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഒരു യൂണിഫോം എക്സ്പീരിയൻസ് അക്രോസ് ഓൾ ദ ക്ലിനിക്സ് യു വിൽ ഫീൽ. ഇപ്പോൾ ഒരു ട്രിവാൻഡ്രത്ത് ഒരു ക്ലിനിക്കിൽ പോവുകയാണെങ്കിലും ഒരു തൃശ്ശൂർ ഒരു ക്ലിനിക്കിൽ പോവുകയാണെങ്കിലും ഞങ്ങളുടെ ഡോക്ടേഴ്സിന് ഒരു സെറ്റ് ഫോർമാറ്റ് ഓഫ് അനാലിസിസ് ഉണ്ട്. ഇന്നത് പോലെ. അതുമാത്രമല്ല, നമ്മുടെ ക്ലിനിക്കിൽ മാത്രമായിരിക്കും ഈ 4 BRP 5 BRP അങ്ങനെയൊന്നുമില്ല. എങ്ങനെയാണ് ഇപ്പം അതിന് മൊത്തമായിട്ടൊരു കണക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിലൂഫർ ഷെരീഫിനെ കാണണമെന്നില്ല. ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഞാനിപ്പോൾ ഇൻ്റർവ്യൂവിൽ തുറന്നു പറയാം, ഞാൻ ആകെ ഒരു 6 ദിവസമേ ഞാൻ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നുള്ളൊരു മാസത്തിൽ. 2 ദിവസം കൊച്ചിയിൽ, 1 ദിവസം കണ്ണൂർ, 1 ദിവസം കാലിക്കറ്റ്, 1 ദിവസം തൃശ്ശൂർ, 1 ദിവസം ട്രിവാൻഡ്രം. ദ ബിസിനസ് ഇസ് സ്റ്റിൽ ഗ്രോയിങ്. നോ, എങ്ങനെ അതാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇതിനൊരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി എന്ന് വെച്ചാൽ അതിന് കൃത്യമായിട്ടൊരു ലാംഗ്വേജ് ഉണ്ടാക്കി. ഇപ്പോൾ ഒരു ഇൻഫോസിസിൻ്റെ ശിവലാൽ സാറ് പണ്ട് നമ്മുടെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഞാനൊരു ഒരു ഒരു ഫുൾ ഒരു ചാർട്ട് പേപ്പറിൽ എൻ്റെ മൊത്തം ആ ഒരു കാര്യം ഞാൻ എഴുതി കാണിച്ചു കൊടുത്തു. ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സാറ് വരുന്നതിൻ്റെ പ്രകാരം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇതുപോലത്തെ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യണം, എനിക്ക് ഇതുപോലത്തെ ഒരു ടച്ച് പോയിൻറ്റ്സ് ഇതായിരിക്കണം. അപ്പോൾ ഷിബ്ലാൽ സാറിന് കൂടെ വന്ന ഒരാൾ പറഞ്ഞു, ഇതൊന്നും ഇങ്ങനെ കാണിക്കാൻ പാടില്ല, ഇതൊക്കെ കോടിക്കണക്കിനുള്ള വില ഉള്ള ഒരു ബ്രെയിൻ മാപ്പിംഗ് ആണ് താനീ ചെയ്തത്. അപ്പോൾ അപ്പോൾ എനിക്കൊരു എഷ്യൂറൻസ് പല സ്ഥലത്തുനിന്നും കിട്ടിയിരുന്നു, എൻ്റെ വഴി ശരിയാണ്, ഞാനിത് ചെയ്യുന്ന രീതിക്ക് കറക്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കായ സ്കിൻ ക്ലിനിക്, അതിപ്പോൾ ഇന്ത്യ മൊത്തമുള്ളൊരു ഒരു ബ്രാൻഡല്ലേ. അവിടെ ആരെങ്കിലും ഡോക്ടറെ ചോദിച്ചിട്ടാണോ പോണത്? അല്ല. അപ്പോൾ അതിന് ഉത്തരം കിട്ടിയല്ലോ. സോ ദർ ഇസ് എ സിസ്റ്റം ആൻഡ് ദർ ഇസ് എ ബ്രാൻഡ് ദാറ്റ് ദേ ഡെവലപ്ഡ്. അതിനനുസരിച്ച് പ്രോഗ്രസീവായിട്ട് നമുക്കൊരു മെഡിക്കൽ ടീമുണ്ട്, ഒരു മെഡിക്കൽ ഡയറക്ടർ ഉണ്ട്, ഒരു ടെക്നിക്കൽ ടീമുണ്ട്. അപ്പോൾ ടെക്നിക്കൽ ടീമിനെ ഇപ്പോഴും ഹെഡ് ചെയ്യുന്നത് ഞാനാണ്. ഒരു ബിസിനസ് എൻ്റെ ഹെഡ് ചെയ്യുന്നത് ആരായിരിക്കണം? എനിക്കൊരിക്കലും ബിസിനസ് എൻഡിൻ്റെ ഭാഗമാവണമെന്നില്ല. ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് വെച്ചാൽ ഞാനിത് തുടങ്ങിയത് എനിക്ക് അറിയായിരിക്കും, ഞാനിത് തുടങ്ങിയത് എൻ്റെ പാഷനാണ്. ഞാനിതൊരു ബിസിനസ്സായിട്ട് തുടങ്ങണമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടല്ല. ഞാൻ എൻ്റെ കല്യാണം കഴിച്ച് നാട്ടിലോട്ട് വന്നതിൻ്റെ പേരിൽ പഠിച്ചത് ഞാൻ ഒരു ഓക്കെ ഐ ഹാവ് ടു ഗിവ് ഇറ്റ് ഔട്ട് എന്നുള്ളതിൻ്റെ പേരിലാണ് ഞാനിത് തുടങ്ങിയത്. ഇപ്പോഴും എനിക്ക് കിട്ടുന്ന ഒരു ചീത്തവിളി സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും വെച്ചാൽ ഞാനൊരു ഫോറിൻ ഡിഗ്രി ഡോക്ടറാണ് എന്നുള്ളതാണ്. ഇവിടുത്തെ ഒരു കൺവെൻഷണൽ MD ഡെർമറ്റോളജി എടുക്കാണ്ട് ഞാനിപ്പോഴും ഞാൻ പറയാം, ഞാൻ വീണ്ടും ആളുകൾ എൻ്റെ അടുത്ത് ഇത് ഈ സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അന്നൊരു MD ഡെർമറ്റോളജി എടുക്കാനും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, ഞാനത് ആയിരുന്നോ, അത് മതിയായിരുന്നോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നോ, ഇപ്പോഴും ഐ വുഡ് ടേക്ക് സ്റ്റിൽ ദ സെയിം ചോയ്സ്. ബിക്കോസ് അല്ല ഇവിടുത്തെ ഓരോ ഡോക്ടർമാർ MD കഴിഞ്ഞിട്ട് എന്തിനാ പിന്നെ ഫോറിൻ സ്ഥലത്ത് പോയിട്ട് പിന്നെ ട്രെയിൻ ചെയ്യണേ? റോബോട്ടിക് കാര്യവും മറ്റതും അതും ഇതൊക്കെ ഓരോ ഈ ഫില്ലർ, ബോട്ടോക്സ് എല്ലാം ഇന്ത്യ ഡെവലപ്പ് ചെയ്ത കാര്യമോ അല്ലല്ലോ, പുറത്തുനിന്ന് ഡെവലപ്പ് ചെയ്ത കാര്യമല്ലേ. അപ്പോൾ പിന്നെ ഇവരെല്ലാവരും പിന്നെ എന്തിനാ അത് പഠിക്കാൻ നിൽക്കണേ? ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. എന്നെ കുറ്റം പറയാൻ ആർക്കും പറ്റും. ഇത് 15 കൊല്ലമായിട്ട് ഞാൻ ഈ പണി ചെയ്തത്, ആരും ഇതുവരെ എന്നെ പിടിക്കാൻ വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ചെയ്ത് ശരിയല്ലേ? അപ്പോൾ ഞാൻ എന്നും അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ഞാൻ ഇത്രയും കോസ്മെറ്റോളജി ഇൻഡസ്ട്രിയിൽ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ സർട്ടൺ ടൈം എടുത്ത ചോയ്സസ് കാരണമായിരുന്നു ഞാൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് എനിക്ക് ആ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാനും എനിക്ക് പറ്റുന്നത്. മുന്നിൽ വരുന്ന കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന രീതിയിൽ ഇന്ന കാര്യം ഇപ്പോഴും പല ക്ലിനിക്സിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നില്ല. ഐ എം എഗെയിൻസ്റ്റ് ഇറ്റ്. ഞാനിപ്പോൾ തുറന്ന് പറയാം, മോർഫിയസ് എന്ന് പറയുന്ന സിസ്റ്റം, കാർബൺ ലേസർ, അതൊക്കെ കംപ്ലീറ്റ്ലി എഗെയിൻസ്റ്റ് ഇറ്റ്. ഇപ്പോൾ ഒരു സ്കൾപ്ട്ര എന്ന് പറഞ്ഞ അതൊക്കെ US ചത്തുടങ്ങി കഴിഞ്ഞ് അതൊക്കെ അവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ വന്ന് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, അവർ ട്രെയിൻഡായിട്ട് അവർ ചെയ്ത് കൂട്ടുന്നതിൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ ക്ലിനിക്കിൽ ഇപ്പോൾ സോൾവ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ സ്കൾപ്ട്ര തെറ്റെന്നല്ല, പല കാര്യങ്ങൾക്കും ശരിയും തെറ്റും ഉണ്ട്. പേഷ്യൻ്റ് സെലക്ഷൻ ഇപ്പോഴും ആളുകൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല. ആൻഡ് ഐ ഫീൽ ആ ടീം ഓഫ് ഡോക്ടേഴ്സ് ആർ വെരി വെൽ എക്യുപ്ഡ്. കാരണം ഇന്നതൊന്നും സമ്മതിച്ചു തരാൻ പറ്റില്ല. മുഖത്ത് ഫില്ലർ ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരു ചിന്നും ഒരു ലിപ്സൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള വോളിയം ലോസിന് ഫില്ലർ ഇഷ്ടം. അപ്പോൾ ദർ ആർ റിയലി ഗുഡ് നോംസ് ആൻഡ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ദാറ്റ് വി ഹാവ് ടേക്കൺ ഇൻ ദ ക്ലിനിക്. ഇത് പറ്റില്ല. പുതിയ കാര്യങ്ങൾ വരുന്നതിൻ്റെ അർത്ഥം നമുക്കത് വേണ്ട. പക്ഷേ കസ്റ്റമേഴ്സ് നഷ്ടപ്പെടില്ലേ? യുനോ വാട്ട്, എനിക്കൊരു ബ്രാൻഡ് സസ്റ്റെയിൻ ചെയ്താൽ മതി. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു ഹൈപ്പ് കാരണം ഞാൻ ബിലീവ് ചെയ്യാത്ത കാര്യം എനിക്ക് കൊടുക്കാൻ റെഡിയല്ല.
അതുകൊണ്ടാണ് ഞാൻ ബിസിനസ്സിൻ്റെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് എൻ്റെ ടെക്നിക്കൽ വശമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതെനിക്കൊന്ന് ഓൾ ദ ഡോക്ടേഴ്സ് ഹൂസ് വർക്ക്ഡ് അണ്ടർ മീ, ഇതിപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തിപ്പുറത്തൊക്കെ നമ്മുടെ ടീമുകാർ എൻ്റെ ക്ലിനിക്ക് തുടങ്ങിയവരെല്ലാവരും ഞാൻ ട്രെയിൻ ചെയ്തവർ തന്നെയല്ലേ. അപ്പോൾ അവരെല്ലാവരും സമ്മതിക്കാൻ പോകുന്നൊരു കാര്യം തന്നെയാണ്, ടെക്നിക്കലി ഐ തിങ്ക് ഐ നോ ഹൗ ടു ഗെറ്റ് ദിസ് റൈറ്റ്. അതിനെ എങ്ങനെ കറക്റ്റ് ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി വെക്കണം എന്നുള്ളത് ഒരു അണ്ടർസ്റ്റാൻഡ്. അതിനൊരു ബിസിനസ് റവന്യൂ എനിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നും എനിക്ക് കമേഴ്ഷ്യലൈസ് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ തോട്ട്സ് മാറിപ്പോയാലോ. അവിടെ ഐ എം ഓൺലി ഇൻ ദ ടെക്നിക്കൽ പാർട്ട് ഓഫ് ദി ബ്രാൻഡ് ആൻഡ് ഐ ലൈക്ക് ദാറ്റ്. ഓക്കെ, അടിപൊളി. അതുപോലെ തന്നെ ഞാൻ ഇപ്പം ഡോക്ടർക്ക് ഒരു ക്യാപിറ്റൽ കിട്ടി, മേ ബി ഒരു കുറച്ചുകൂടെ ബാംഗ്ലൂർ അല്ലെങ്കിൽ ബോംബെ, ഡൽഹി പോലത്തെ വലിയ വലിയ നഗരങ്ങളിൽ നിന്നാണ് ഈ ബ്രാൻഡ് തുടങ്ങുന്നതെങ്കിൽ കുറച്ചുകൂടി പാൻ ഇന്ത്യയിലേക്ക് പെട്ടെന്ന് വളരാമായിരുന്നു. പക്ഷേ ഡോക്ടർ സ്റ്റിൽ ചൂസ് ചെയ്യുന്നത് കേരളം പോലത്തെ ഒരു മാർക്കറ്റിൽ നിന്നുകൊണ്ട് പാൻ ഇന്ത്യയിലേക്കും ഇൻ്റർനാഷണൽ ലെവലിലേക്കും വളരാനാണ്. വൈ കേരളം? അതിപ്പോൾ പാൻ ഇന്ത്യയിൽ തന്നെ നോക്കിയാൽ തന്നെ നമ്മളെ പോലത്തെ ബ്രാൻഡ് ഉണ്ടോ? ഐ ഡൗട്ട്. കാരണം ഞങ്ങൾ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റേഷൻസ്, വെൽനസ് സൊല്യൂഷൻസ്, പ്രോഡക്റ്റ് തന്നെ ഇൻ ഹൗസ്, നമ്മുടെ തന്നെ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റേഷൻ, ഞങ്ങളുടെ തന്നെ ആഫ്റ്റർ കെയർ പ്രോഡക്ട്സ്, ഞങ്ങളുടെ തന്നെ പ്രോഗ്രാം പ്രോട്ടോകോൾസ്, അത് ഡിജിറ്റലി മാപ്പ്, സംതിങ് കോൾ ക്ലൈൻറ്റ് മാപ്പിംഗ്, വെൽനസ് ലെയർ ആഡ് ചെയ്തിരിക്കുന്നു. ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ കോസ്മെറ്റോളജി ബ്രാൻഡ് ലൈക്ക് ദാറ്റ്. നിങ്ങളൊരു കോസ്മെറ്റോളജി ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ ഒരു PRP പറയായിരിക്കും. PRP അത് കഴിഞ്ഞിട്ടുള്ള ഹീലിംഗ് ഉള്ള ഹൈഡ്രജൻ ബ്രീത്തിങ് പറയില്ല. ഇതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ബാക്ക് എൻഡിലുള്ള കൊളാജൻ ഡെവലപ്മെൻറ്റിനുള്ള ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് തരുന്നുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ കെയർ പ്രോഡക്റ്റും ഞങ്ങളുടെ കൺട്രോളിലുള്ള ഫോർമുലേഷനാണ്. അപ്പോൾ ഐ തിങ്ക് പാൻ ഇന്ത്യ നോക്കുകയാണെങ്കിലും ഐ ഹാവ് എ ലോട്ട് ഓഫ് ഓഫേഴ്സ് കമ്മിങ് ഫ്രം നോർത്ത് ഇന്ത്യ സെയിങ് ദാറ്റ് പ്ലീസ് ജോയിൻ ദിസ്, ദേ വിൽ ബൈ ഔട്ട് അവർ ബ്രാൻഡ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ഞാൻ കേരളത്തിൽ നിന്ന് തുടങ്ങാനുള്ള കാരണം വെച്ചാൽ കേരളം ഒരു കൺസ്യൂമർ മാർക്കറ്റ് ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ കല്യാണം കഴിച്ച് ഇവിടെ വന്നപ്പോൾ ഇറ്റ് വാസ് മോർ ഈസിയർ ഫോർ മീ ടു ബി അറൗണ്ട് ഇൻ ദിസ് എൻവയൺമെൻറ്റ് ആൻഡ് വർക്ക്. പക്ഷെ അതല്ല, കേരളം ഒരു കൺസ്യൂമർ മാർക്കറ്റും നമ്മുടെ ഒരു റിയാക്ഷൻ പെട്ടെന്ന് കിട്ടും. ഒരു ഐ തിങ്ക് ദിസ് ഇസ് വാട്ട് ഐ ഹേർഡ്, ഐ കുഡ് ബി റോങ്. ITC-കാരൊക്കെ ആദ്യം ഒരു പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യയിൽ കേരളത്തിലാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഐ എം നോട്ട് സർപ്രൈസ്ഡ് ബിക്കോസ് അത്ര ഒരു കൺസ്യൂമർ ഒരു ഹാബിറ്റ്സ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് നമ്മളുടെ. യുനോ ഇറ്റ്സ് വെരി സർപ്രൈസിങ് ദാറ്റ് ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരുടെ ഒരു എസ്തെറ്റിക് ഒരു ഡിമാൻഡ് അല്ല കൊച്ചിയിലത്തെ അല്ല തൃശ്ശൂരത്തെ അല്ല ഈ പറഞ്ഞവർ കണ്ണൂരത്തെ. ഭയങ്കര ഡിഫറെൻറ്റുമാണ്. ഈ കേരളം ഒരു ചെറിയ സ്റ്റേറ്റ് ആണെങ്കിൽ കൂടെയും അതൊരു കേരളം മൊത്തം ഒരു ടൗണാണെന്ന് ഞാൻ എപ്പോഴും പറയും. നമുക്കൊരിക്കലും നോർത്ത് ഇന്ത്യ പോലെ ഒരു സ്ഥലം കഴിഞ്ഞ് പിന്നെ ഒരു വിജനായിട്ടൊരു സ്ഥലം അങ്ങനെയല്ല. നമ്മൾ മൊത്തം ഒരു ഫുൾ എൻറ്റയർ സിറ്റിയാണ്. ആ സിറ്റിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഓരോരുത്തരുടെ സൗന്ദര്യ സങ്കല്പം തന്നെ വേറെ വേറെയാണ്. അവരുടെ ഡിമാൻഡ്, അവരുടെ ഒരു എസ്തെറ്റിക് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വ്യത്യാസമാണ്. അതിന് പെട്ടെന്ന് എനിക്ക് മനസ്സിലാവാൻ പറ്റുന്നത് കേരള പോലത്തെ ഒരു മാർക്കറ്റിൽ നിന്നേ കിട്ടുള്ളൂ. ആണല്ലേ? ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കൺസ്യൂമർ പാറ്റേൺ ഇവിടെ ഉണ്ട്. അത് ഇറ്റ്സ് ഗുഡ് ടു. ജെൻസി പിള്ളേർ ഇപ്പോഴും ചിലപ്പോൾ ഒരു ലോട്ട് ഓഫ് ഇ-കോമേഴ്സിൽ കിട്ടുന്ന പ്രോഡക്ട്സ് മാത്രമായിരിക്കും ഒരു ബ്യൂട്ടി അണ്ടർസ്റ്റാൻഡിങ്. മേ ബി എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കുറച്ചും കൂടി ഒരു ലൈഫ് സ്റ്റൈൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സ്കിൻ കെയർ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം വേണ്ടത്. ഇപ്പോൾ K-beauty, P-beauty എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഒരു ഏർലി മേ ബി ലേറ്റ് 20s ആൾക്കാർ ഇപ്പോഴും അത് ട്രസ്റ്റ് ചെയ്യണവരുണ്ടായിരിക്കും. അപ്പോൾ ദർ ആർ സോ മെനി ടൈപ്പ് ഓഫ് ടാർഗറ്റ് ഓഡിയൻസ് ദാറ്റ് വി ഹാവ് ഫോർ ബ്യൂട്ടി. അത് നമ്മൾ സംസാരിച്ചതുപോലെ ഒരുപാട് വെൽനസ്, കോസ്മെറ്റോളജി, ഡെർമറ്റോളജി ക്ലിനിക്കുകൾ ഒരു കാലഘട്ടത്തിൽ ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നത് പോലെയാണ് ഇപ്പോൾ സലൂൺസിന് പകരം ഇത്തരത്തിലുള്ള സർവീസുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ. അതിൽ പല സ്ഥാപനങ്ങളിലും ലൈക്ക് ഇപ്പോൾ ഒരു റേറ്റ് തന്നെ പല 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 വ്യത്യാസങ്ങളുണ്ട്. ഒന്നിനും ഒരു പർട്ടിക്കുലർ ആയിട്ട് എല്ലാ സ്ഥാപനത്തിലും ഒരു ഈക്വൽ. ഇപ്പം ബ്യൂട്ടി പാർലറൊക്കെ ആണെങ്കിൽ അവർക്കൊരു അസോസിയേഷൻ ഒക്കെ ഉണ്ട്. പിരികം ത്രെഡ് ചെയ്യുന്നതിന് ഇത്ര രൂപ, എല്ലായിടത്തും അതൊക്കെ തന്നെ ചാർജ് ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊരു സലൂൺ കോൺസെപ്റ്റിൽ നിന്നും ഇത്തരത്തിലുള്ളൊരു മാർക്കറ്റിലേക്ക് വരുമ്പോൾ ലാർജ് സ്കെയിലാണ് ഇതൊരു ബിസിനസ് മോഡലായിട്ട് വളർന്നിരിക്കുന്നത്. അത്രയും വളരാൻ പാകത്തിനുള്ള ഒരു സ്പേസ് നമ്മുടെ നാട്ടിലുണ്ടോ? ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഒരു വളരുന്നത്. അത്രയും ഒരു മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടോയെന്ന് വെച്ചാൽ മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട്. ഇപ്പോൾ മുടി കൊഴിച്ചിൽ ഇപ്പോൾ ഒരു യൂണിവേഴ്സൽ പ്രോബ്ലം ഉണ്ട്. എല്ലാവർക്കും മുടി കൊഴിച്ചിൽ പ്രശ്നമാണ്, എല്ലാ ആണുങ്ങൾക്കും ഈ പറഞ്ഞ ഇതൊക്കെ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം തുടങ്ങുന്നത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് കൊണ്ടാണ്. നിങ്ങൾ വരുമ്പോൾ തലയിലൊരു PRP കുത്തിയത് ഒരു വൈറ്റമിൻ D ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യൽ മാത്രം ആവരുത്. ഒരു നല്ലൊരു ഈ കോസ്മെറ്റോളജി എന്നൊരു വാക്ക് തന്നെ തെറ്റാണ്. ഞാൻ മേ ബി ലെറ്റ് മീ യൂസ് ദിസ് ഇൻ്റർവ്യൂ ടു കറക്റ്റ് ദാറ്റ്. കോസ്മെറ്റോളജി എന്ന് പറയുന്നത് അങ്ങനെ ഒരു വാക്ക് ആക്ച്വലി ഒരു ഡിഗ്രി ആയിട്ടില്ല. എന്ന് വെച്ചാൽ കോസ്മെറ്റോളജി എന്ന് പറയുന്നത് ഒരു കോസ്മെറ്റിക് ആയിട്ട് ഡീൽ ചെയ്യുന്ന എന്ത് കാര്യം ഡീൽ ചെയ്യുന്ന ഒരു എക്സ്പേർട്ടിനെ കോസ്മെറ്റോളജിസ്റ്റ് എന്ന് വിളിക്കും. അത് പാർലറുകാരും കോസ്മെറ്റോളജിസ്റ്റ് ആയിരിക്കും, ഞങ്ങളും കോസ്മെറ്റോളജിസ്റ്റ് ആയിരിക്കും. അവരും ഞങ്ങളും തമ്മിൽ വേർതിരിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ആയതുകൊണ്ടാണ്.
ഇനിയിപ്പോൾ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് ഇപ്പോൾ ഒരു MD ഡെർമറ്റോളജി ഇന്ത്യൻ ഡിഗ്രി പഠിച്ചു വരുന്നവരാരും ഫില്ലറും ബോട്ടോക്സ് ഒന്നും പഠിക്കുന്നില്ല. അപ്പോൾ ഈ മെഡിക്കൽ MBBS ആൾക്കാരെ ഞാൻ കൂടുതലും ഹയർ ചെയ്യുക. അത് ഹയർ ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അഗൈൻ പറഞ്ഞ മാതിരി ഒരു ഫാർമസ്യൂട്ടിക്കൽ അപ്രോച്ചിൽ നിന്ന് ബ്രെയിൻ ട്രെയിൻ ആവാതെ ഫ്രഷ് മൈൻഡിൽ കിട്ടുമ്പോൾ ഇവർ ഈ മെഡിക്കൽ MBBS പഠിച്ചവരല്ലേ RMO-ട്ടും കാഷ്വാലിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കാട്ടും ഒരു ഈ ഡെർമറ്റോളജിനെക്കാട്ടുള്ള സിവിയർ പ്രശ്നങ്ങൾ അവർ കാഷ്വാലിറ്റിയിലൊക്കെ എന്താ പറയുക ഡീൽ ചെയ്തിട്ടല്ലേ MBBS ഡിഗ്രിയൊക്കെ നമുക്ക് തരുന്നത്. അങ്ങനത്തെ ഒരു സയൻസ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരാളെ എസ്തെറ്റിക്സ് ഞാൻ പഠിപ്പിച്ചെടുക്കണം. എസ്തെറ്റിക്സ് എന്ന് പറയുന്നത് ഡ്രസ് സെൻസ് ഒരാളെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ ഒരു മുഖഭംഗി ഇങ്ങനെ കറക്റ്റാക്കി ഇല്ലെങ്കിൽ അവരുടെ മുടിയുടെ ഒരു സൗന്ദര്യവർദ്ധനയിൽ നിന്ന് പാർലറാരും വേണം, MBBS-ആരും വേണം, BDS-ആരും വേണം, ആയുർവേദക്കാർ വേണം, ഈ കോസ്മസ്യൂട്ടിക്കൽ ന്യൂട്രിസ്യൂട്ടിക്കൽ സപ്ലിമെൻറ്റേഷൻസ് ആൾക്കാർ വേണം, വെൽനെസ് ആൾക്കാർ വേണം. ഇത് പക്ഷേ ഈ സൗന്ദര്യവർദ്ധന എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞൊരു എഡിക്ഷൻ വരും. നമുക്കതൊരു മാനസിക പ്രശ്നമായിട്ട് ആൾക്കാർ നമ്മുടെ അടുത്ത് വരാറുണ്ട്. എനിക്ക് എന്നെ കാണാൻ ഭംഗിയില്ല. അതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രെസ് മാനേജ്മെന്റ്, ഒരു മെന്റൽ വെൽബീങ് ആൾക്കാരും വേണം, സൈക്കോളജിസ്റ്റും വേണം. എക്സാക്ട്ലി അതേ പറയും. ഒരു ന്യൂട്രീഷനിസ്റ്റ് വേണം, നമ്മളെ പോലത്തെ ആൾക്കാർ വേണം. ഇനി ചിലപ്പോൾ ഒരു എസ്തെറ്റിക് സർജറി ചെയ്യണമെങ്കിൽ പ്ലാസ്റ്റിക് സർജൻസും വേണം, ഡെർമറ്റോളജിസ്റ്റും വേണം. ഇത്രയും അധികം അടങ്ങിയ ഒരു പാനലായിരിക്കും ആക്ച്വലി ഒരാളെ നല്ലോണം ഹെൽത്തിയർ ആയിട്ട് ഭംഗിപ്പെടുത്താം. അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് കോസൊക്കെ മനസ്സിലാക്കി എന്ത് പ്രൊഡക്റ്റാണ് കൊടുക്കുക. പ്രൊഡക്ട്സൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാം ആൾക്കാർ ഫേസ് വാഷ്, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ മതി. ദയവ് ചെയ്ത് നിങ്ങൾ ഈ 10-12 സ്റ്റെപ്പൊന്നും ചെയ്യല്ലേ. അത് ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് ബിസിനസ് കൂട്ടിത്തരും, അതാണ് സത്യം. അല്ലാതെ നിങ്ങളുടെ സ്കിന്നൊന്നും നന്നാവാനൊന്നും പോകണമെന്നില്ല. സോ അതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം. സോ ഈ കോസ്മെറ്റോളജി ക്ലിനിക്സൊക്കെ ഈ മാർക്കറ്റിൽ എവറി സ്ട്രീറ്റ് ലൈറ്റ് ഡിസ്റ്റൻസിൽ തുടങ്ങുന്നതിന് കാരണം ആൾക്കാർക്ക് ഇപ്പോൾ അതൊരു സൗന്ദര്യവർദ്ധന ഒരു വലിയ സംഭവം തന്നെയാണ്. പക്ഷെ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ നമ്മുടെ ഗവൺമെൻറ് ശ്രമിക്കണം. തമിഴ്നാട്ടിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പല വ്യാജ ഡോക്ടർമാർ ചെയ്യുന്നുണ്ട്. പാർലറിൽ ആക്ച്വലി IV ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും ശരിയല്ല. ഓക്കെ, പാർലറിൽ ഒരിക്കലും ഒരു ഇഞ്ചെക്റ്റബിൾസ് ആയിട്ടുള്ള കാര്യം ചെയ്താൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ അവരെങ്ങനെ ഒരു ഡോക്ടർ ഇല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് MBBS ആൾക്കാരെ തന്നെ വേണം. മിനിമം ഒരു ക്വാളിഫൈഡ് MBBS ഡോക്ടർ തന്നെ വേണം. ഞാനും ഇവിടുത്തെ ഒരു കൗൺസിലും തമ്മിലുള്ള തർക്കങ്ങൾ വേറെ കാര്യങ്ങൾ കുറേ ഉണ്ട്. എന്ന് വെച്ചാൽ BDS ആൾക്കാരെ ചിലവരെ ഞാൻ എൻ്റെ ക്ലിനിക്കിൽ വെക്കും. അത് എൻ്റെ ചിന്തയിൽ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ MBBS പഠിക്കുന്ന സമയത്ത് ഒരു 3 ടെക്സ്റ്റ് ബുക്കാണ് പഠിക്കുക അനാറ്റമിക്ക്. ടെക്സ്റ്റ് ബുക്ക് 1 ഹെഡ് ആൻഡ് നെക്കും, 2 അപ്പർ ബോഡി, സെക്കൻഡ് ഒരു ലോവർ ബോഡി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബോഡിയിലുള്ള ഈ അനാറ്റമി മസിലും ബോണും എല്ലാം പഠിക്കുന്നത് ആ ടെക്സ്റ്റ് ബുക്കിലാണ്. BDS ആരെ ഹെഡ് ആൻഡ് നെക്ക് മാത്രമേ പഠിക്കുള്ളൂ. 1 ഈ 2, 3 പഠിക്കൂല അവർ. 1 പഠിക്കുന്നത് മാത്രമല്ല, അവർ പല്ല് സംബന്ധമായിട്ടുള്ള തൊട്ടപ്പുറത്ത് ഇപ്പുറത്തുള്ള ആർട്ടറിയും ഈ പറഞ്ഞ മാതിരി മസിലിനെ കുറിച്ചൊക്കെ ഇത് തുറന്നു പറഞ്ഞുകൊണ്ട് എനിക്ക് വിഷമം, മറ്റു MBBS-ആർക്ക് വിഷമം വരുമെന്നുള്ളത് എനിക്കറിയില്ല. അത് BDS-ആർക്ക് നമ്മളെക്കാട്ടും കൂടുതൽ പ്രിസൈസ് ആയിട്ട് ചിലപ്പോൾ അവർ കൂടുതൽ അതല്ലേ അവർ പഠിക്കുന്നത്. അത് അതിനെക്കുറിച്ച് നല്ല കൃത്യമായിട്ട് വിവരമുള്ളവരാണെന്ന് പറയും. അത് മാത്രമല്ല ഇവർ പല്ലിൻ്റെ ഈ കാസ്റ്റൊക്കെ ഉണ്ടാക്കി അവർ കയ്യിനൊരു വഴക്കൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴും. അവർക്ക് എസ്തെറ്റിക്സ് വേഗം നമ്മളെക്കാട്ട് ഒരു ഗോൾഡൻ പ്രപ്പോർഷൻ ഓഫ് ദി ഫേസും കാര്യങ്ങളൊക്കെ വേഗം മനസ്സിലാവും. അതുകൊണ്ട് ഫേഷ്യൽ എസ്തെറ്റിക്സ് എനിക്ക് BDS-ആരെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് എനിക്കിഷ്ടം. എന്ന് വെച്ചാൽ നമ്മുടെ ഡോക്ടേഴ്സ് MBBS-ആരും ടെക്നിക്കൽ ഹെഡ്സ് എല്ലാ ക്ലിനിക്സിലും MBBS തന്നെയാണ്. പക്ഷെ ദെർ ആർ സർട്ടൻ BDS ഡോക്ടേഴ്സ് ഐ അണ്ടർസ്റ്റാൻഡ് കൈ ഭയങ്കര നല്ലതാണ്. അങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുവയ്ക്കുന്നതിൽ ഇവിടുത്തെ പല ഡോക്ടേഴ്സിനും അതൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാനെപ്പോഴും ആലോചിച്ച് അതാത് എക്സ്പേർട്സിനെ കൊണ്ടുവരണ്ടേ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ മോഡൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇപ്പോഴും MD ഡെർമറ്റോളജി ഇല്ലേന്നും പറഞ്ഞ് നമ്മുടെ അവിടെ വന്നിട്ട് ആൾക്കാർ പ്രശ്നമുണ്ട്. നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റ് ഇല്ലേ? എനിക്ക് വേണ്ട. ഡെർമറ്റോളജിസ്റ്റുകളാണെങ്കിൽ ഞാൻ പറയും 70 വയസ്സുള്ള ഡെർമറ്റോളജിസ്റ്റ് ചിലപ്പോൾ ഇപ്പോഴും പിമ്പിളിൻ്റെ കലാമിൻ ലോഷൻ ആയിരിക്കും കൊടുക്കുന്നത്. അതാണോ ഇത്? ശരി അല്ല. കാലത്തിനനുസരിച്ച് ഈ ഒരു ഇൻഡസ്ട്രിയിൽ മാറ്റം വന്നിരിക്കുന്നത് ആൾക്കാർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതോ അതോ ഡെർമറ്റോളജിസ്റ്റുകൾ എല്ലാവരും ഒരു ലോബിയിങ് ആണോ അത് ചെയ്യാലോ ആയിരിക്കാം. ഇപ്പോൾ അതൊരു MBBS ആൾക്കാർ ഒരു പുതിയൊരു പ്രൊഫഷൻ അവർ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി പല ഡിപ്പാർട്ട്മെൻറ്റ്സുകാർക്കുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ഒരു ബിസിനസ് ആണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ എൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൽ ഇപ്പോൾ ഓർത്തോ ENT ഡോക്ടേഴ്സൊക്കെയാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത് എസ്തെറ്റിക് മെഡിസിൻ പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ഒരു ഷിഫ്റ്റ് ഓഫ് ഒരു ഇൻഡസ്ട്രിയിലോട്ട് എല്ലാവരും വരാൻ താല്പര്യപ്പെടുന്നത് കൊണ്ടാണോ? സോ കമ്മിങ് ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ, ആൾക്കാർ തന്നെ ഫീൽഡ് മാറി ഇപ്പോൾ കോസ്മെറ്റോളജി ഇപ്പോൾ എസ്തെറ്റിക് ഫിസിഷ്യൻസ് ഒക്കെ ആവാൻ നോക്കുന്നുണ്ട്. നാട്ടിൽ ആ ഡിമാൻഡും ഉണ്ട്. സൗന്ദര്യവർദ്ധന ബിസിനസ് ഇപ്പോൾ ആക്ച്വലി പാർലറുകൾ കൂടുന്നു, വെൽനസ് ഇൻഡസ്ട്രി ക്ലിനിക്സ് കൂടുന്നു, ലോഞ്ചിവിറ്റി ക്ലിനിക്സ് കൊച്ചിയിൽ ഇപ്പോൾ എത്രണ്ണായി? അതെ
ഒത്തിരി നമ്പേഴ്സായി. ആദ്യം അത് അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഇപ്പൊ കൊച്ചിയിൽ തന്നെ എനിക്ക് തോന്നുന്നു 7-8 സ്ഥാപനങ്ങളുണ്ട്. ഞാൻ പോകുന്ന ഒരു ലോഞ്ചിവിറ്റി ക്ലിനിക് ഉണ്ട്, 2 കൊല്ലം അവർ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പോയിട്ട് ഞാൻ ഓണേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളിത് പ്രൊമോട്ട് ചെയ്ത് ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഞങ്ങളൊരു ഫുൾ ഫ്ലെഡ്ജ് വെൽനസ് ടീമല്ല. സ്കിൻ ആൻഡ് ഹെയറിന് വേണ്ടി ന്യൂട്രീഷൻ കറക്റ്റ് ആക്കണോ, വെൽനെസ് കറക്റ്റ് ആക്കണോ, അതാണ് എൻ്റെ പണി. അല്ലാതെ വെൽനെസ് ഇൻഡസ്ട്രി അല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുക. എൻ്റെ സ്കിന്ന് നന്നാക്കാൻ ഓക്സിജൻ ഇൻഫ്യൂഷൻ കൂട്ടണോ, ബോട്ട് സിസ്റ്റംസ് വേണോ, റെഡ് ലൈറ്റ് തെറപ്പി വേണോ, അത് ഞങ്ങൾ ആഡ് ചെയ്യും. അല്ലാതെ ഐ ഹോപ്പ് ചിലർക്ക് ഞാനൊരു വെൽനെസ് എന്തൂസിയാസ്റ്റ് എന്നുള്ള എൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ലോകം മൊത്തം ഈ പറഞ്ഞവരെ പല സ്ഥലങ്ങളും ഞാൻ പോയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞവർ വെൽനെസ്സും ലോഞ്ചിവിറ്റി ക്ലിനിക്സൊക്കെ തുടങ്ങുന്നത് വളരെ നല്ലത്. ആൾക്കാർ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. കാരണം ഇറ്റ്സ് എ നീഡ് ഓഫ് ദി അവർ. ക്യാൻസറും കാര്യങ്ങളൊക്കെ ഇത്രയും കോമൺ ആയി നിൽക്കുമ്പോൾ യു ഹാവ് ടു മീറ്റ് എക്സ്പേർട്സ്. അതായത് കൺവെൻഷനലായിട്ട് ചിന്താഗതിയുള്ള ഡോക്ടർമാർ തെറ്റല്ല എന്നുള്ളതല്ല. പക്ഷേ പ്ലീസ് ലുക്ക് ഔട്ട് ഫോർ അതർ ഓപ്ഷൻസ്. അറ്റ്ലീസ്റ്റ് നമ്മളെ പോലത്തെ എക്സ്പേർട്സിനടുത്ത് വന്നൊന്ന് സംസാരിക്കെങ്കിലും ചെയ്യുക. അത് എൻകറേജ് ചെയ്യണം. നമ്മൾ ഇടയ്ക്ക് സംസാരിച്ചപ്പോൾ ഡോക്ടർ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിരുന്നു. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇവിടെ ക്യാൻസർ പേഷ്യൻസ് നിറയുമെന്ന്. എന്താണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കാരണം? ബിക്കോസ് ഓഫ് ന്യൂട്രീഷൻ, ലൈഫ് സ്റ്റൈൽ. നമുക്കൊരു നല്ല ഒരു ക്വാളിറ്റി എയറോ, ക്വാളിറ്റി ഭക്ഷണമോ, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ലൈഫ് സ്റ്റൈലോ ഒന്നുമില്ല. ഒബ്വിയസ്ലി നമ്മുടെ ആ ഒരു ഈ പറഞ്ഞ ഒരു ക്യാൻസറിലോട്ട് കൂടാനുള്ള ചാൻസ്. ഐ റിമെമ്പർ വി ഹാവിങ് ദിസ് ഡിസ്കഷൻ ഓൾസോ. യു റിമെമ്പർ ഇപ്പോൾ നമ്മുടെ നാട്ടിലെന്താ അവസ്ഥ ഇപ്പം എന്താ? ആൻഡ് യു സെൽഫ് ഹാവ് എ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓൾസോ. സോ യു നോ ദ ഫാക്ട് ദാറ്റ് ഇപ്പോൾ എത്ര സ്ഥലത്ത് ഇപ്പോൾ ഡയഗ്നോസിസ് തെറ്റിയ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു. ഇവരൊക്കെ റെപ്യൂട്ടഡ് ഹോസ്പിറ്റൽസ്, റെപ്യൂട്ടഡ് ആൾക്കാരല്ലേ. ദാറ്റ്സ് വാട്ട് ഐ സെഡ്, ദെർ ആർ ഓൾട്ടർനേറ്റീവ് സിസ്റ്റംസ്. അല്ലാതെ ഇപ്പം ഞാനൊരു ഫാൻസിയർ വാക്കൊന്നും ഉപയോഗിക്കുന്നതല്ല. ഇൻറ്റഗ്രേറ്റഡ് സയൻസ് ആൻഡ് ഫങ്ഷണൽ മെഡിസിൻ, പ്രിവെൻറ്റീവ് ലൈൻ, അങ്ങനെയല്ല. ഹെൽത്ത് കെയർ സെക്ടർ ആക്ച്വലി മാറണം. ദർ ഹാസ് ടു ബി പ്രിവെൻറ്റീവ് കെയർ, ദർ ഹാസ് ടു ബി കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുന്ന കാര്യം. ഇപ്പോൾ നിങ്ങൾക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ ആയുർവേദ ഡോക്ടറെ അടുത്ത് പോയിട്ടൊരു കാര്യമില്ല, എലോപ്പത്തിക്കാരെ തന്നെ കാണണം. ദർ ഇസ് എ പ്ലസ് ആൻഡ് മൈനസ് ഫോർ എവറിത്തിങ്, എവറി ഇൻഡസ്ട്രി. ആ സയൻസിൻ്റെ എല്ലാ സയൻസിൻ്റെയും ഒരു ഇൻറ്റഗ്രേഷൻ നടക്കേണ്ട കാലമായി. ന്യൂട്രീഷനിസ്റ്റൊക്കെ നമ്മുടെ നാട്ടിൽ ആക്ച്വലി നല്ലൊരു ഇല്ല. വളരെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ തന്നെ ഇപ്പോൾ ഒരു ഡയറ്റീഷ്യൻ അടുത്ത് പോയി കഴിഞ്ഞാൽ പണ്ടത്തെ രീതി തന്നെ, 2 ചപ്പാത്തി വെച്ചാൽ മതി, 3-4 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് കഴിക്കൂ. അതൊന്നും അല്ല. കാരണം ഞാൻ വിവാമായർ എന്ന് പറഞ്ഞ ഒരു ഇറ്റ്സ് എ വേൾഡ് ഫേമസ് ഒരു ബയോ ഹാക്കിംഗ് സെൻറ്റർ ഈ സച്ചിൻ, ഓസ്ട്രേലിയയിൽ സച്ചിൻ കുറേ ഉണ്ട്. ലാൻസർഹോഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ച്വലി ഇൻഡസ്ട്രിയിൽ നിന്ന് പലരും ഇപ്പോൾ പോകുന്നുണ്ട്. ഈ ആക്ടേഴ്സും ആൾക്കാരും ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ കുറേ പേര് ആക്ച്വലി പോകുന്നുണ്ട്. ഞാൻ പോയതെന്താ വെച്ചാൽ 40 വയസ്സൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ എന്താ 40 മേലേക്ക് ആകുമ്പോൾ നമുക്കൊന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ ആവുന്ന വേണ്ടി. വിരാട് കോഹ്ലി, സച്ചിൻ ടെണ്ടുൽക്കർ, ഞാൻ പോയപ്പോൾ തന്നെ മലൈക അറോറ ഖാൻ, സോഫി ചൗധരി, ആക്ടർ മാധവൻ, അവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനായിരുന്നു ഏറ്റവും യംഗസ്റ്റ് അവിടുത്തെ. ബാക്കിയുള്ളവരെല്ലാവരും കോളോൺ ക്യാൻസർ സർവൈവേഴ്സും അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ്. ബട്ട് ഹൗ മച്ച് ന്യൂട്രീഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ യുവർ സ്കിൻ ആൻഡ് ഹെയർ എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. ഞാനിട്ട് എൻ്റെ ടീമുകാർ തന്നെ പറഞ്ഞു, ഞാനൊരു PRP മൈക്രോനീഡ്ലിംഗ് ചെയ്തിട്ട് കുറേ നാളുകളായി. ആക്ച്വലി ഓസ്ട്രേലിയയിൽ നിന്ന് വിവാമായിരുന്നു വന്നതിന് ശേഷം ഞാൻ ആക്ച്വലി ഒന്നും ചെയ്തിട്ടില്ല. ആൻഡ് ഐ വോണ്ടഡ് ടു നോ എത്ര നാൾ ഒരു വെൽനെസ്, ഒരു ബോട്ട് മാത്രം, ഒരു LED റെഡ് ലൈറ്റ് തെറപ്പി, കോളേജൻ ബെഡ്സ് ഒക്കെ ഇപ്പോൾ ഞാൻ ഭയങ്കര ഫ്രീക്വൻ്റ് ആണ്. ആൻഡ് ഐ വോണ്ട് ടു സീ ഹൗ മച്ച് ഓഫ് ഫൈൻ ലൈൻസ് ആം ഐ ഗെറ്റിംഗ്. ഇത്രയും ഒരു പ്രോട്ടോക്കോളൊന്ന് മാറ്റി നോക്കി ഇങ്ങനത്തെ മേലെ എന്നുള്ള പ്രൊസീജിയറൽ പ്രോട്ടോക്കോൾസ് അല്ലാതെ തന്നെ ഉള്ളിൽ നിന്ന് തന്നെ ശരിയാക്കി എടുക്കാൻ പറ്റുമോ? അതാണ് എനിക്ക് നാട്ടുകാർക്ക് കൊടുക്കേണ്ടത്. കാരണം കോസ്മെറ്റോളജി ഈസ് എക്സ്പെൻസീവ്, ഈ എസ്തെറ്റിക് മെഡിസിൻ ഇസ് എക്സ്പെൻസീവ്, തൊട്ടാ കാശാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ആളുകൾക്ക് ഒരു ബെറ്റർ ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി സൊല്യൂഷൻസ് ഫോർ സ്കിൻ ആൻഡ് ഹെയർ കൊടുക്കുക? അതിന് ന്യൂട്രീഷൻ പ്ലേസ് എ ബിഗ് റോൾ. അതൊക്കെ ഐ എം ഇപ്പോൾ ദുബായ് അവരുടെ മറ്റേ പ്രിൻസ് തന്നെ ഇപ്പോൾ ലോഞ്ചിവിറ്റി അംബാസിഡറായി. അപ്പോൾ ദുബായിലുള്ള ആളുകളുടെ ഒരു ആരോഗ്യവും ഈ ലോങ് ഹെൽത്തിന് വേണ്ടിയിട്ട് ദേ ഹാവ് ഓൾറെഡി സ്റ്റാർട്ടഡ് ആൻ ഇനീഷ്യേറ്റീവ്. ഐ വിഷ് ആ ഗവൺമെൻറ്, ഐ നോ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഒരു ചാലഞ്ച് തന്നെയാണ്. വിത്ത് ദ പ്രസൻറ്റ് മിനിസ്റ്റർ, നമ്മുടെ ചീഫ് മിനിസ്റ്റർ സീംസ് ടു ബി എ ലിറ്റിൽ മോർ ഫ്രണ്ട്ലി പേഴ്സൺ. അറ്റ്ലീസ്റ്റ് അപ്രോച്ച് ചെയ്ത് നോക്കാനല്ലേ. ഞാനങ്ങനെ പൊളിറ്റിക്സ് ഒന്നും അങ്ങനെ വാച്ച് ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ എന്നാലും I don't know, he looks very friendly. He looks someone who's at least pleasant. കേട്ടിരിക്കുന്നു തോന്നുന്നു. സംവേർ ഐ ഓൾവേസ് ഫീൽ ദാറ്റ് അദ്ദേഹത്തിനൊന്ന് കണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചൊന്ന് തലയിലിട്ട് കൊടുത്താൽ മേ ബി നമുക്കൊക്കെ ഒരു ഗുണം കിട്ടൂലേ എന്ന് ഞാൻ ആലോചിക്കും. ഡെഫിനറ്റ്ലി ഞങ്ങളൊരു മാർഗദർശനം തരാം. ഓക്കെ. അപ്പോൾ ഞാൻ ഡോക്ടറെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും നോർമലി നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു സ്കിൻ ഹെയർ
ക്ലിനിക്ക് നടത്തുന്ന ഒരാളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാണും നിങ്ങൾ ഗ്ലൂട്ടൈൻ എടുക്കണം, നിങ്ങൾ സൺസ്ക്രീം ഇടണം, മോയ്സ്ചറൈസർ ഇടണം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് കേൾക്കുന്നത്. പക്ഷെ ഡോക്ടറെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത് നിങ്ങളുടെ ബോഡി ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഗട്ട് ക്ലിയർ ചെയ്യണം. ഗട്ടിൽ നിന്നാണ് ഓൾമോസ്റ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എല്ലാം ഉണ്ടാകുന്നതാണ്. അപ്പം ഇവൻ നമ്മൾ സ്കിന്നിലേക്ക് വന്നാൽ ഇപ്പം എന്നോടൊരു ഡോക്ടർ പറഞ്ഞു ഡാൻഡ്രഫ് ഉണ്ടാകുന്നത് സ്റ്റൊമക്കിൽ നിന്നാണ്. അപ്പോൾ ഇതിങ്ങനെ പല എല്ലാ ഡോക്ടേഴ്സും പറയും സ്റ്റൊമക്കിൽ നിന്നാണ് എല്ലാ അസുഖങ്ങളും തുടങ്ങുന്നത്. എല്ലാ ടൈപ്പ് ഡാൻഡ്രഫ് അല്ല, പക്ഷെ അപ്പോൾ എങ്ങനെയാണ് ഈ ഗട്ടും നമ്മുടെ അല്ലാത്ത നമ്മുടെ മറ്റു കാര്യങ്ങളും ബന്ധപ്പെട്ട് സംതിങ് കോൾഡ് ഗട്ട് സ്കിൻ ആക്സസ് അതുണ്ട്. ഞാനും ഈ പറഞ്ഞ പോലെ ഈ ഗട്ട് റിലേറ്റഡ് കാര്യങ്ങളിലോട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് ഞങ്ങളുടെ പ്രോട്ടോക്കോളിൽ ഞങ്ങളുടെ ടെക്നിക്കൽ ടീം ആ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണവും അതായിരുന്നു. ഇപ്പോൾ എൻ്റെ മദറിന് തന്നെ വന്ന സോറിയാസിസോ കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ ഈ പണി തുടങ്ങുന്നതിന് മുന്നേ എന്തോരം ഡെർമറ്റോളജിസ്റ്റ് കണ്ടിട്ടുണ്ട്. എല്ലാവരും ഈ സ്റ്റിറോയിഡ് മാനേജ്മെൻറ്റ് വേണ്ട, വെളുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ, ടോൺ കറക്ഷന് വേണ്ടി പോവുകയാണെങ്കിൽ ഹൈഡ്രോക്വിനോൺ ഇപ്പോഴും റാൻഡമായിട്ട് ഇപ്പോൾ ഏത് ക്ലിനിക്കിൽ പോവുകയാണെങ്കിലും ആ 200 രൂപയുടെ ഒരു ഓയിൻമെൻറ്റ് ഒരു ഹൈഡ്രോക്വിനോൺ കൊടുത്തു കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് നിങ്ങൾ വെളുക്കും. അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സും അത് കാരണമുള്ള പിന്നീടുള്ള സ്കിന്നിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ആരും സംസാരിക്കുന്നില്ല. എൻ്റെ ക്ലിനിക്കിൽ ഓയിൻമെൻറ്റ് ഇല്ല എന്ന് വെച്ചാൽ ഓയിൻമെൻറ്റ് ഉള്ള സ്ഥലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺട്രോൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൺട്രോൾ ഡയഗ്നോസ്റ്റിക് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ട്. ആ കൺട്രോളുടെ വശത്ത് മാത്രമായിരിക്കും ഒരു ഓയിൻമെൻറ്റ് കയറി വരുന്നത്. വെച്ചാൽ നല്ല പിമ്പിളുള്ളൊരു സ്ഥലത്ത് ഞങ്ങളൊരു ഓയിൻമെൻറ്റ് വെച്ചൊന്ന് കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്താൽ ഞങ്ങൾക്ക് മീഡിയത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ആ ഓയിൻമെൻറ്റോ മരുന്നോ ഞങ്ങളുടെ സിസ്റ്റത്തിൽ ഒരു പ്രോട്ടോക്കോളിൻ്റെ ഒരു ഭാഗമായിട്ടൊരു ഒരു കണ്ടിന്യൂസ് സിസ്റ്റം അല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഗട്ടിൻ്റെ ഒരു കറക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങളുടെ പ്രോട്ടോക്കോളിൽ നിന്നും മനസ്സിലായി. കാരണം സോറിയാസിസ് കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഉമ്മയുടെ ഈ ഇഷ്യൂ ആൻഡ് ഐ കറക്റ്റഡ് ഹർ ഗട്ട് ആൻഡ് ഷീ ഡസൻ ഹാവ് എ സോറിയാസിസ് ഒരിക്കലും നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്തു കളയാൻ പറ്റില്ല. പക്ഷെ കൺട്രോൾ ചെയ്യുന്നതിൽ ഗട്ട് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. ആൻഡ് വാട്ട് യു ഈറ്റ് ഇസ് വാട്ട് യുവർ സ്കിൻ ഷോസ്. അത് ഇപ്പം ഓക്കെ, ഇത് കേൾക്കുന്ന കുറേ ഈ പറഞ്ഞ പോലെ എന്നെ സ്ഥിരമായിട്ട് ചീത്ത വിളിക്കുന്ന ഡെർമറ്റോളജിസ്റ്റോട് ചിലപ്പോൾ അവർ ചീത്ത പറയുകയാണെങ്കിൽ ഞാൻ തിരിച്ചെപ്പോഴും ഒരു ചോദിക്കണമെന്നുണ്ട്, ശരി ഞാൻ വല്ല കെമിക്കൽ കുത്തിവെക്കണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണമെന്നല്ലല്ലോ പറഞ്ഞു. നല്ല ഭക്ഷണം കഴിക്കാനല്ലേ ഞാൻ ഈ പറഞ്ഞുള്ളൂ, അതിനിപ്പോൾ എന്തിനാ എന്നെ ചീത്ത പറയുന്നത്? അപ്പോൾ ഒരു നല്ലൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഉള്ള നമ്മുടെ ആരോഗ്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഔട്ട്കമ്മിൽ നല്ല ഹെയറും സ്കിന്നും വരുന്ന ഒരു സിസ്റ്റം ഞങ്ങൾ ബിൽഡ് ചെയ്യുന്നതിൽ എനിക്കൊരു തെറ്റുമൊന്നുമല്ല. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് ദർ ആർ ഗുഡ്. ഞാൻ ഒരിക്കലും ഡിസീസ് ബേസ്ഡ് മാനേജ്മെൻറ്റോ ഞാനൊരാളെ അറ്റാക്ക് വന്നാലും സ്ട്രോക്ക് വന്ന ഒരാൾക്കാരെല്ലാം ഞാൻ ട്രീറ്റ് ചെയ്യാൻ നടക്കുന്നത്. സൗന്ദര്യവർദ്ധന ഈ ക്രീമുകളും ഈ പറഞ്ഞ പോലെ ഇത്രയും പ്രൊസീജിയേഴ്സും ഒന്നും ഇല്ലാതെ തന്നെ എല്ലാത്തിനും ഒന്നിച്ച് പിടിച്ച എല്ലാത്തിനും ബാലൻസ് പോലെ. സൺസ്ക്രീനൊക്കെ വേണ്ട എന്നുള്ളതല്ല, പക്ഷെ അതിൽ ഹോർമോൺ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ദർ ആർ ന്യൂവർ ഇൻഗ്രീഡിയൻസ് ദാറ്റ് ഇസ് കമ്മിങ് ടു സേവ് അവർ സിസ്റ്റം. ഇനി നമ്മുടെ ബ്ലഡ് സ്ട്രീമിലൂടെ എൻട്രി ചെയ്യാത്ത പല ടൈപ്പ് ഫോർമുലാസ് ഇപ്പോൾ വരുന്നുണ്ട്. നമ്മളിങ്ങനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ദെർഫോറൈമിൻ്റെ ഓരോ സൺസ്ക്രീനും ഓരോ ബാച്ചുകൾ ഇറങ്ങുന്നതിൽ അത്രയും റിഫൈൻഡ് ആയിട്ട് വരികയാണ്. നമ്മുടെ ഗ്ലൂട്ടതൈൻ്റെ ഫോർമുലേഷൻസ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും ലക്ലി ഫോർ എസ് ഇപ്പോൾ ഓക്കെ ദി സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഈ പറഞ്ഞ ഫുഡ് ആൻഡ് സേഫ്റ്റി ആൾക്കാരും പല ഈ ലൈസൻസിങ് ആൾക്കാരിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചാൽ ഞങ്ങൾ ഗ്ലൂട്ടതൈൻ്റെ ഒരു സെയിൽസിൽ ആക്ച്വലി ഇന്ത്യയിൽ, ഞാൻ നമ്പർ പറയുന്നില്ല, ഞങ്ങൾ നമ്പർ 1 ആയിട്ട് ഞാൻ പറയാമെന്ന് വെച്ചതാണ്. അത് ഞങ്ങൾ ആക്ച്വലി ടോപ്പ് ഒരു 10 ഇപ്പോൾ. അപ്പോൾ ഇന്ത്യയിൽ തന്നെ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര സെയിൽസാണ്. ഇപ്പോൾ ഗ്ലൂട്ടതൈൻ്റെ ഞങ്ങളുടെ സാഷി എന്ന് പറയുന്നത് ഞാൻ തന്നെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമുക്ക് ഇത്ര സെയിൽസ്. ഇപ്പോൾ ഐ ഹാവ് ടു അഡ്മിറ്റ് ഞങ്ങളുടെ ഗുജറാത്തിലിരിക്കുന്ന R&D ടീം അത്രയും അധികം എന്താ പറയുക വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള മെഡിക്കൽ കമ്പനിയുടെ റിസർച്ച് ഡയറക്ടേഴ്സിനൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓഫ് കോഴ്സ് അവർ അങ്ങനത്തെ ഒരു ഫോർമുലേഷൻസ് തരുമ്പോൾ ഞാൻ ഡിബേറ്റ് ചെയ്യും, ഇതിൽ നിന്ന് എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളുണ്ടാവും മറ്റുണ്ടാവും, എനിക്ക് റിസർച്ച് പേപ്പേഴ്സ് കാണണം, അത് ഞങ്ങൾ പല ലാബിലോട്ട് അയക്കും, ടെസ്റ്റ് ചെയ്യും. ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ ബ്രാൻഡ് ഹു ഡസ് ദാറ്റ്. ഞാൻ എന്നും പറയും എനിക്ക് പഠിച്ചവനെ പേടിയുള്ള ഒരാളാണ്, എനിക്ക് അറിഞ്ഞുകൊണ്ട് ഒരാളുടെ ഹെൽത്തിന് എനിക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല എന്നുള്ളത്. സോ ഐ പുട്ട് ഞാനെന്നല്ല ദി എൻറ്റയർ ടീം പുട്ട് സോ മച്ച് ഓഫ് എഫേർട്ട് ടു മേക്ക് യു ഓൾ ഹെൽത്തി സോ ദാറ്റ് യു ഗെറ്റ് എ ഗുഡ് സ്കിൻ ആൻഡ് ഹെയർ. ദാറ്റ് ഈസ് ദെർഫോറൈം. അടിപൊളി. ഞാൻ ഈ റീസെൻ്റ്ലി ഒരു 6 മാസം മുന്നേ എന്ന് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലൊരു ക്രീം ഒരു ഓയിൻമെൻറ്റ് ഭയങ്കര വൈറലായി. പോർസ് തൂക്കുന്നു, ആ പോർസിൻ്റെ അവിടെ അത് അപ്ലൈ ചെയ്യുന്നു, ഒരു 3 times 4 times അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഒരു ബിഫോർ ആഫ്റ്റർ. ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഞാനത് അയച്ചു തരാം കേട്ടോ. ഞാൻ എന്നിട്ട് ഓക്കെ എന്താണെങ്കിലും സാധനം വന്നാണിത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്നപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന പയ്യൻ പറഞ്ഞു, എൻ്റെ ചേച്ചി ഇതൊരു മനുഷ്യന് വേണ്ടാതിരുന്ന സാധനമാണ്, ഇപ്പം ഇതിവിടെ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്.
ഈ പോർസ് അടയ്ക്കുമെന്നുള്ളതാണ് ആ ഓരുമേനിന്റെ പർട്ടിക്കുലർ ഒരു യൂസേജ് പറയുന്നത്. പക്ഷെ അത്തരത്തിൽ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കൊറിയൻ സ്കിൻ കെയർസ് ഭയങ്കരമായിട്ട് വൈറലാണ്. ഈവൻ ഹാൻഡ് അതുപോലെ നമ്മൾ പെഡിക്യൂർ ചെയ്യുന്നതൊക്കെ ഭയങ്കരമായി കൊറിയൻ സ്കിൻ ടൈപ്പിലേക്ക് വരുന്ന ആളുകൾക്ക് യൂസ് ആവുന്ന സാധനങ്ങൾ നമ്മുടെ ഇവിടെ ഭയങ്കരമായിട്ട് പോപ്പുലർ ആണ്. ഇത്തരത്തിൽ വരുന്ന ചേഞ്ചസ് അത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഏറ്റവും കൂടുതൽ ഈ ചേഞ്ചസ് നമ്മുടെ നാട്ടിലേക്ക് ഇത്രയും പോപ്പുലറൈസ് ആകുന്നത്. ഈ ഒരു ചേഞ്ചിനെ എങ്ങനെയാണ് ഡോക്ടർ നോക്കി കാണുന്നത്? ഇത് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിസിനസ് ആൻഡ് ടീം ഇടയ്ക്ക് എന്നോട് വന്ന് പറയും, ഡോക്ടർ മാത്രം കണ്ട് ഇരുന്നോ, ഇവിടെ നാട്ടിൽ കുറേ സീറംസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, ദർഫറൈമിൻ്റെ പേരിൽ ഒരു സീറം ഒന്നുമില്ല. അപ്പോഴും ഞാൻ പറയും എന്നെ കൂടി സീറം ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ഐ നോ വാട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ഡു ടു യുവർ സ്കിൻ. സീറം ഫോർമുലേഷൻസിൽ എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിനെ അത് ഇമ്പാക്ട് ചെയ്യുക, ഇന്ന ടൈപ്പ് ഫോർമുലേഷൻസ് എന്താ ഇമ്പാക്ട് ചെയ്യുക. ഞാൻ പറയും ഫേസ് വാഷ്, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ഒരു ടാർഗറ്റഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് ഞാൻ ആ ഫോർമുല ക്രാക്ക് ചെയ്യുന്നു അന്ന് ഞാനത് ഉണ്ടാക്കും. അല്ലാതെ ഈ 3 പ്രൊഡക്റ്റ് അല്ലാണ്ട് വേറെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് എല്ലാ ഇൻ്റർവ്യൂസും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഐ യൂസ് ടു സേ ദാറ്റ്. ഐ യൂസ് സച്ച് പ്ലാറ്റ്ഫോംസ് ടു സേ ദാറ്റ്. ഇപ്പോൾ ഇതിനെങ്ങനെ കാണുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ ഇപ്പോൾ ഞങ്ങളുടെ ബ്രാൻഡ് വാച്ച് ചെയ്യുന്നുണ്ടാവുമല്ലോ. ഈ ഇൻഫ്ലുവൻസേഴ്സും എല്ലാവരും ഈ കെ ബ്യൂട്ടി എന്ന് പറഞ്ഞ് ഈ 10-15 എന്താ പറയുക സ്റ്റെപ്പ് കഴിഞ്ഞ കൊല്ലം ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇക്കൊല്ലം പി ബ്യൂട്ടി വരുമ്പോൾ അവർ 50 സ്റ്റെപ്പ് ആക്കോ അല്ലെങ്കിൽ 5 സ്റ്റെപ്പ് ആക്കോ. അപ്പോൾ നാട്ടുകാർക്ക് ബുദ്ധിയില്ലേ? ഇവർക്കിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇൻഫ്ലുവൻസർ തന്നെയാണല്ലോ കഴിഞ്ഞ കൊല്ലം 10 സ്റ്റെപ്പ് എന്നും പറഞ്ഞ്, ഈ ഇൻഫ്ലുവൻസർ തന്നെയാണല്ലോ കഴിഞ്ഞ ആഴ്ച വേറെ സീറത്തിനെ കുറിച്ച് പറഞ്ഞതും. I will give it to you in writing. Show me one influencer who is using so much of products and then have a good skin. പറഞ്ഞത് നിങ്ങൾ ഈ കാണുന്ന എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഏറെക്കുറെ ആൾക്കാർ എനിക്കറിയാലോ. ഇവരൊരു സ്കിന്ന് എവിടെയാണ് ഇത്ര നല്ല സ്കിന്ന്? അവർ സ്കിന്നിൽ ഒരൊറ്റ പാടും ഇല്ലാതെ, കാര്യം ഈ പ്രൊഡക്ട്സുകൾ കൂടുതൽ ഉപയോഗിച്ചാലുള്ള പ്രശ്നം വെച്ചാൽ ബാരിയർ കോംപ്രമൈസ്ഡ് ആവും. ബാരിയർ കോംപ്രമൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു പിമ്പിൾ പാടായിട്ട് നിൽക്കും, സ്റ്റബേൺ പാടായിട്ട് നിൽക്കും. എന്തിനാ ഈ ബാരിയർ കോംപ്രമൈസ് ചെയ്യാൻ നിന്നേ? നമുക്കപ്പോൾ ഒരു ഇത്രയും പ്രൊഡക്ട്സിനൊന്നും ഒരു ആവശ്യമില്ല. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കൊറിയക്കാർ എന്തോ ഒരു PR സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടുണ്ട്. കൊറിയൻ ഭക്ഷണം, കൊറിയൻ പാട്ട്, കൊറിയൻ ഡ്രാമ, കൊറിയൻ ബ്യൂട്ടി. ഇത് അപ്പം പ്ലീസ് നാട്ടുകാർ ഇതൊന്നും ഒരു വേറെ രീതിയിലൊന്ന് കണ്ടു നോക്ക്. ഞാൻ ഇങ്ങനെ ആൾക്കാരത് പറയും, ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. ഞാൻ പറയുന്നത് ബിസിനസ്സായിട്ട് തന്നെ കൺസിഡർ ചെയ്താൽ മതി. ഇതിനെക്കുറിച്ചൊക്കെ വായിച്ച് പഠിച്ച് എൻ്റെ അടുത്ത് തർക്കിക്കാൻ വാ, അപ്പോൾ ഞാൻ കൂടുതൽ വിവരം വെപ്പിച്ചുതരാം. എന്നിട്ട് വിശ്വാസമായിട്ട് ഇത് തുടങ്ങിയാൽ മതി. നമുക്ക് 365 ദിവസം ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ എല്ലായിടത്തും പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് എന്ത് വേണം, എങ്ങനെ ഉപയോഗിക്കണം, എത്ര നാളത് ഉപയോഗിക്കണം, ഏതൊക്കെ ക്ലൈമറ്റിക് കണ്ടീഷൻസിൽ അത് ഉപയോഗിക്കണം, അതിന് കൗണ്ടറായിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നോ, ഇതെല്ലാം മനസ്സിലാക്കിച്ച് കൊടുക്കാൻ ആളുകൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും. ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും എനിക്കത് വിളിച്ചു പറയാൻ പറ്റില്ല, കാരണം അതൊക്കെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റംസ് ആണ് അതെല്ലാം. അപ്പോൾ ഇതിനെങ്ങനെ നോക്കുന്നു എന്നൊക്കെ പറയുന്നത് ദെയർഫോർ ഐ എം ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഞങ്ങൾക്ക് എന്നും നമ്മുടെ ഒരു വിശ്വാസമുണ്ട്, ഇന്ന കാര്യങ്ങളെ നമ്മുടെ ടൈപ്പ് സ്കിൻ ടൈപ്പിന് വേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ ടൈപ്പ് ഒരു സ്കിൻ, ഇപ്പോൾ ഗ്ലാസ് സ്കിൻ, അതിപ്പോൾ അതേ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളുടെ മുഖം ഞാൻ ഇപ്പോൾ ഗ്ലാസ് സ്കിൻ ആക്കി തരാമല്ലോ. അതിനൊരു ലെയറിങ് അപ്പ് ഉണ്ട്. ഒരു ഹൈലറോണിക് ആസിഡ് ഇടുക, അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ മേലൊരു ലെയർ ഓഫ് മോയ്സ്ചറൈസർ ഇടുക, അതിനൊരു സ്പ്രേ കടിക്കുമ്പോൾ യു വിൽ ഹാവ് എ ഗ്ലാസ് സ്കിൻ അപ്പിയറൻസസ്. അതിന് നാച്ചുറലി ഒക്കെ കിട്ടണമെങ്കിൽ ബീറ്റാ കാരറ്റീൻ പോലത്തെ സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കുക, നാച്ചുറൽ ഹൈഡ്രേഷൻ പോയിന്റ്സ് എത്തുക. ഇല്ലെങ്കിൽ പ്രൊസീജിയറിൽ ഇപ്പോൾ സ്കിൻ ബൂസ്റ്റേഴ്സ് ഉണ്ട്, തിയോക്സി എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഇനി നമ്മുടെ ഇന്ത്യയിൽ വരും. ദാറ്റ്സ് എ വെരി ഗുഡ് പ്രോഡക്റ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നമുക്കൊരു അപ്പിയറൻസസ് ബെറ്റർ ആക്കാം. നാച്ചുറലി ഒന്നും കിട്ടണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലും ഭക്ഷണവും നമ്മുടെ എയറും ഒക്കെ ശരിയാവണം. എല്ലാതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതിന് ഡോക്ടർ പറഞ്ഞു ഇന്ത്യയിലെ തന്നെ ടോപ്പ് 10 ഗ്ലൂട്ടാത്തയോൻ്റെ സെയിൽസ് നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ ആളുകൾക്കും ഈ ഗ്ലൂട്ടാത്തയോൻ എഫക്റ്റീവ് ആണോ? എന്ത് രീതിയിലാണ് നമുക്കത് വേണ്ടതെന്നുള്ളതാണ്. ഇപ്പോൾ ഗ്ലൂട്ടാത്തയോൻ ഒറ്റയ്ക്ക് എടുക്കുന്നത് ഒരു ലിവർ ക്ലെൻസറാണ്. അല്ലാതെ എല്ലാവരും പക്ഷെ വെളുക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂട്ടാത്തയോൻ എടുക്കുന്നത്. അതിനൊരു എസ്തെറ്റിക് ഒരു കോൺട്രിബ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് ആളുകൾ ഗ്ലൂട്ടാത്തയോനും വൈറ്റമിൻ സിയും ഒന്നിച്ച് കഴിച്ചാൽ ഈ പറഞ്ഞ നമ്മുടെ ഒരു മെലനിൻ പ്രൊഡക്ഷന് അത് വേറെ പാത്വേയിലോട്ട് വന്ന് നമ്മൾ ഒരു സ്കിൻ ടോൺ കറക്റ്റഡായി വരുന്നത്. ഞങ്ങളുടെ ഗ്ലൂട്ടാത്തയോൻ്റെ ഇപ്പോൾ സെയിൽസ് കൂടാനുള്ള വേറൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഗ്ലൂട്ടാത്തയോൻ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് വെറും സ്കിന്നിന് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ സ്കിന്നിനെ നന്നാക്കി എടുക്കാൻ വേണ്ടി ഗ്ലൂട്ടാത്തയോൻ്റെ എന്തൊക്കെ കാറ്റലിസ്റ്റ് നമ്മൾ ആഡ് ചെയ്യാം. ഞങ്ങൾക്കൊരു NAC ഉള്ളൊരു ഇൻഗ്രീഡിയൻറ്റും അതിലുണ്ട്. എന്ന് വെച്ചാൽ
അവനവൻ്റെ ബോഡിയിൽ നിന്ന് തന്നെ ഗ്ലൂട്ടതൈൻ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്. വൈറ്റമിൻ സീസ് ആൻഡ് അതർ കാറ്റലിസ്റ്റ്. ബീറ്റാ കാരറ്റിൻ ആണ് നമ്മുടെ സ്കിന്നിൻ്റെ പിഗ്മെൻറ്റ് മാറുന്നത്. ആൽഫ ലൈപ്പോയിക് ആസിഡ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഒരൊറ്റ ഗ്ലൂട്ടതൈൻ്റെ സാഷയിൽ കിട്ടുന്ന വേറെ ഫോർമുല ഇന്ത്യയിലില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രോഡക്റ്റ് തന്നെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കുറേ ഡോക്ടേഴ്സ് ഇപ്പോൾ ഞങ്ങളുടെ പ്രൊഡക്റ്റ് എടുത്ത് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ദെർ ആർ ഡോക്ടേഴ്സ് ലൈക്ക് വെരി ഫേമസ് ബോളിവുഡ് ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് തന്നെ ഞങ്ങളെ വിളിച്ചിട്ട് അവർ ടെസ്റ്റ് ചെയ്തു. ഇറ്റ്സ് ആക്ച്വലി വെരി ഗുഡ്. എന്നെ പോഡ്കാസ്റ്റിനെ വിളിച്ചിട്ടുണ്ട്. ഐ വിൽ ബി മോസ്റ്റ്ലി ഡൂയിങ് ഇറ്റ് ബിക്കോസ് ഐ വാണ്ടഡ് ടു പുട്ട് ഔട്ട് ഇൻ ദ മാർക്കറ്റ് സെയിങ് ദാറ്റ് സി ഒരു ഗ്ലൂട്ടതൈൻ കഴിച്ചുകൊണ്ട് മാത്രം വർക്ക് ചെയ്യണമെന്നില്ല. ഗ്ലൂട്ടതൈൻ്റെ കൂടെ നിങ്ങളുടെ സ്കിന്നിന് ചിലപ്പോൾ ഇത്ര കാറ്റലിസ്റ്റ് വേണം, അന്യയുടെ സ്കിന്നിന് ചിലപ്പോൾ ഇത്രയും കാറ്റലിസ്റ്റ് വേണ്ട വരില്ല. ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ക്യാമറാമാന് ചിലപ്പോൾ ഇന്ന രീതിയിലായിരിക്കും. അപ്പോൾ പല ആളുകൾക്കും പല രീതിയിലാണ് അത് ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്. ഗ്ലൂട്ടതൈൻ്റെ ഒരു ടൈം ലൈൻ ഞങ്ങളുടെ പ്രോഡക്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം നിങ്ങളുടെ ഹൈഡ്രേഷൻ കപ്പാസിറ്റി ബെറ്റർ ആവും, ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് കുറയും, സ്കിൻ്റെ പിഗ്മെൻറ്റ് മാറും, പിന്നെ അത് കഴിഞ്ഞ് സ്റ്റെബിലിറ്റി വരും. ടാൻ അടിച്ചാലും ഇല്ല, ടാൻ അടിക്കാതിരിക്കും. അപ്പോൾ സ്കിന്നിൻ്റെ ഒരു ഓവറോൾ റെജുവിനേഷന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഗ്ലൂട്ടതൈനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ വർക്ക് ചെയ്യോ ഇല്ല. അതിപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ പ്രായം ഉണ്ടെങ്കിൽ തന്നെ ഒരു കാര്യം ഇന്ന് ക്ലിനിക്കിൽ ചെയ്താൽ നമുക്ക് രണ്ടുപേർക്കും 10-ാം ദിവസം 2 റിസൾട്ട് ആയിരിക്കില്ലേ? അതുപോലെ നമ്മുടെ ആ വീഡിയോ ഇറങ്ങിയതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട്, പറഞ്ഞു ആളുടെ അങ്കിളിന് ഡോക്ടറെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു പറഞ്ഞു, ആൾ വന്നിട്ടുണ്ടായിരുന്നു അമേരിക്കയിൽ നിന്ന്. ആളുടെ പേര് ഞാൻ പറഞ്ഞു, ജോർജ് സംതിങ് എന്താണെന്ന് തോന്നുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ഈ ചേച്ചി തന്നെ എന്നോട് പറഞ്ഞു, അങ്കിളിപ്പോൾ എന്നൊക്കെ അമേരിക്കയിൽ നിന്ന് വന്നു, ദേഫോർ അയാമി പോകാതെ പുള്ളി തിരിച്ച് അമേരിക്കയ്ക്ക് പോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് അതൊരു എന്താ പറയുക, ഒരു വെൽനെസ് ക്ലിനിക്കിൽ പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ആണ്. എങ്ങനെയാണ് ഈ കസ്റ്റമേഴ്സിനെ ഇങ്ങനെ, അതും ഏജ്ഡാണ്, 70+ ആണ്, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ പിടിച്ചു നിർത്താൻ സാധിക്കും? അതെ, അതിനുള്ള ഉത്തരം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. എന്നെ ചീത്ത വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾ സി ഡോണ്ട് ഗ്ലോറിഫൈ മീ ലൈക്ക് ദാറ്റ്. എനിക്കൊരു ഓണസ്റ്റ് ഇൻ്റർവ്യൂസ് ഞാൻ നിങ്ങളടുത്ത് തന്നതിൻ്റെ പേരിൽ ഐ വിൽ ഓൾസോ ലൈക്ക് ടു കീപ് ഇൻഫർമേഷൻസ് വെരി ഓണസ്റ്റ്. ഇപ്പം നിങ്ങളൊരു ബ്രാൻഡിനെ സപ്പോർട്ട് ചെയ്യാനും ദിസ് ഇസ് നോട്ട് എ പെയ്ഡ് ഇൻ്റർവ്യൂ, ദിസ് ഇസ് നോട്ട് സംതിങ് ദാറ്റ്. പണ്ടത്തെയും പെയ്ഡ് അല്ല. ഞാൻ ഒരിക്കലും പെയ്ഡ് ഇൻ്റർവ്യൂസിന് താല്പര്യമില്ലാത്ത ഒരാളാണ്. പെയ്ഡ് അവാർഡ്സ് ഞാൻ എടുക്കാറില്ല. ബിക്കോസ് ഐ ഫീൽ ഒത്തൻറ്റിക് ആയിട്ട് എനിക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യേണ്ട പ്ലാറ്റ്ഫോംസിൽ ഐ വോണ്ട് ടു പുട്ട് ഇറ്റ് ഔട്ട് ഇൻ ദ റൈറ്റ് വേ. ഞങ്ങൾ ഇഷ്ടമല്ലാത്ത കുറേ ആളുകളുണ്ട്, പക്ഷെ ഇഷ്ടമുള്ളൊരു വലിയ ഗ്രൂപ്പ് അവരുണ്ട്. അത് എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ദേ വെരി ഇൻ്റലിജൻറ്റ്. അവർക്ക് വരുന്ന ഒരു മാർക്കറ്റ് മനസ്സിലാക്കാൻ, ഒരു വെൽനെസ് മാർക്കറ്റ് മനസ്സിലാക്കാൻ ഇവിടുത്തെ സാധാരണക്കാർക്ക് അത് മനസ്സിലാവണമെന്നില്ല. ഒരു ന്യൂട്രീഷൻ്റെ ഒരു ഇമ്പാക്റ്റ് ഫോർ സ്കിന്ന് മനസ്സിലാവണമെന്നില്ല. അവരൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടൊരു ഷാമ്പു മാറ്റും, ഒരു ഹെയർ മൾട്ടി വിറ്റമിൻസ് കഴിക്കുക എന്നല്ലാതെ അതിനപ്പുറം വളരാത്ത എന്തോരം ഡെർമറ്റോളജി ക്ലിനിക്സുകളുണ്ട്. അതിന് മേലെ ഈ റെഡ് ലൈറ്റ് തെറപ്പി എങ്ങനെ വരണം, ഇല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഇൻഫ്യൂഷൻസോ അല്ലെങ്കിൽ ഒരു കോക്ടെയിൽസ് ഓഫ് സൊല്യൂഷൻസ് ഓഫ് ഇൻഫ്യൂഷൻസ് നിങ്ങൾക്ക് എങ്ങനെ വേണം. അപ്പോൾ പല വശത്തും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഓഡിയൻസ് എൻ്റെ പൊതുവെ US നിന്നും UK നിന്നും അയർലൻഡിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെയാണ് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ക്ലയൻസ് നമുക്കുള്ളത്. കാരണം അവരുടെ നാട്ടിലിതൊരു കോമൺ പ്രാക്ടീസ് ആണ്. റിക്കവറിയും അത്ലറ്റിക്സ്, ഈ പറഞ്ഞ മാതിരി സ്പോർട്സ് കഴിഞ്ഞാൽ റിക്കവറി ഉണ്ടായിരിക്കും. ഈ ക്രയോ ചേമ്പേഴ്സും ഒരു ഹെൽത്തിന് വേണ്ടി ഇൻഫ്രാറെഡ് സോണ എടുക്കണം എന്നൊക്കെ ഉള്ളത് അവരൊരു ഭാഗമാണ്, കൾച്ചറാണ്. അപ്പം നമ്മളിത് പറയുമ്പോൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുമ്പോൾ നമ്മളത് സ്ട്രക്ചേർഡ് ആയിട്ട് കാര്യങ്ങൾ അവർക്കത് മനസ്സിലാക്കിച്ച് കൊടുക്കുമ്പോൾ ദർ ഇസ് ഓട്ടോമാറ്റിക്കലി എ ഫെയ്ത്ത് ഓൺ അസ്. ഓഫ് കോഴ്സ് വി ഡെലിവർ ദ റിസൾട്ട്. നമ്മുടെ സൈഡിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ക്ലയൻസുകൾക്ക് പൊതുവേ എനിക്ക് തോന്നിയിരിക്കുന്നത് വെച്ചാൽ ഒന്നിങ്ങനെ ക്വിക്ക് റിസൾട്ട്സിന് പ്രതീക്ഷിക്കും. വി ഹാവ് നത്തിങ് ലൈക്ക് ക്വിക്ക് റിസൾട്ട്സ്. കാരണം ഞാൻ സ്റ്റിറോയിഡ് കൊടുക്കുന്നില്ല. ഇപ്പോൾ വെളുക്കാൻ വേണ്ടിയിട്ട് 200 രൂപയുടെ ഓയിൻമെൻറ്റ് വിറ്റാഗ്ലോ മെലാഗ്ലോ അത് പോയി ഉപയോഗിച്ചോ, അത് അതിൻ്റെ സ്കിന്ന് നശിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് വന്നാൽ മതി. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് എങ്ങനെയാണ് ഓരോ കാര്യം മേലത്തെ സ്കിന്നിൻ്റെ പ്രൊഡക്ട്സും ക്ലൈമറ്റുമാണ് ഞാൻ ഒപ്റ്റിമൈസ് ചെയ്തെടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ഏറ്റവും മേലത്തെ ഒരു ലെയർ ഓഫ് സ്കിന്നിൽ എന്ത് പ്രൊഡക്റ്റ് വരണം, ഏത് ക്ലൈമാറ്റിക് കണ്ടീഷനിൽ. ഇപ്പോൾ റഷ്യൻ വിൻ്റർ, കനേഡിയൻ വിൻ്ററിലുള്ള ഒരു മലയാളിക്ക് ഒരിക്കലും ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ സെയിം മോയ്സ്ചറൈസർ കപ്പാസിറ്റി കൊടുക്കാൻ പറ്റില്ല. നേരെ തൊട്ട് താഴത്തുള്ള ലെയറിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, നിങ്ങളുടെ ഹോർമോൺ ഇംബാലൻസസ്, നിങ്ങളുടെ സപ്ലിമെൻറ്റ്സ്, നിങ്ങളുടെ ന്യൂട്രീഷൻ, നിങ്ങളുടെ മെൻറ്റൽ വെൽബീങ് ഓൾ കംസ് ഇൻ ദാറ്റ് ലെയർ. നിങ്ങളുടെ ഡിസിപ്ലിൻ, നിങ്ങളുടെ റൂട്ടീൻ, ഹൗ മച്ച് ആർ യു റെഡി ടു ടേക്ക് കെയർ ഓഫ് യുവർ സ്കിൻ ആൻഡ് വാട്ട് കപ്പാസിറ്റി. അതാണ് എനിക്ക് കൂടുതൽ ആളുകളുടെ എനിക്ക് അറിഞ്ഞു തുടങ്ങുന്നത്. അപ്പോഴാണ് എനിക്ക് കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കാൻ, നോക്ക് ആ സപ്ലിമെൻറ്റ് കഴിക്കണം, ഇന്ന ഭക്ഷണം അപ്പോഴാണ് മേലത്തുള്ള ലെയറിൽ അധികം പ്രൊസീജിയേഴ്സ് ഒന്നും വേണ്ട വരില്ല. ആ സ്റ്റെബിലിറ്റി മേലേക്ക് കിട്ടുന്നത് ആ സപ്ലിമെൻറ്റ് ലെയേഴ്സിൽ നിന്നാണ്. നേരെ താഴത്തുള്ള ലെയറാണ് നിങ്ങളുടെ പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു സ്കിന്നിൻ്റെ ഒരു സ്വഭാവ രീതി. ഇപ്പോൾ അതും ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി PDRN, എക്സസോംസ് എന്നൊക്കെ പറഞ്ഞ് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ട്. അപ്പോൾ എല്ലാ ലെയറിനെയും എങ്ങനെ ഇത് കാണണം എന്നുള്ളത് മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഉള്ള അധികം ആളുകൾ കേരളത്തിലില്ല. സോ വിച്ച് ഇസ് വൈ ഫേമസ് സക്സസ്ഫുൾ പ്രോമിനൻറ്റ് ആക്ടേഴ്സ്
ഇൻഡസ്ട്രിയിലുള്ള പല ബിസിനസ് ഇൻഡസ്ട്രിയിലുള്ള പ്രോമിനൻറ്റ് CEOs ആൻഡ് പീപ്പിൾ ലൈക്ക് ദാറ്റ്, ഈ NRI ക്രൗഡ്സുകൾ കാര്യമാണ് ഞങ്ങളുടെ മേജർ പെർസെൻറ്റേജ്. ദാറ്റ്സ് ബിക്കോസ് ദേ അണ്ടർസ്റ്റാൻഡ് ഇതിനൊരു ഹെൽത്തിയർ വേ ഓഫ് ടേക്കിംഗ് ഇറ്റ് ഫോർവേഡ് എന്നുള്ളത് മനസ്സിലാക്കണം. യു ആർ ലുക്കിംഗ് ഫോർ എ ഷോർട്ട് കട്ട്, ദെൻ വി ആർ നോട്ട് ദ സിസ്റ്റം. ഇപ്പം എന്തോരം ഇപ്പോൾ ലോഞ്ചിവിറ്റി ക്ലിനിക്സ് എത്ര മലയാളികൾ ചിലപ്പോൾ അതിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് ആളുകൾ കുറച്ചുകൂടെ ഇതൊരു കള്ളത്തരമാണെന്നാണ് കുറച്ചുകൂടെ പറയുന്നത്. എക്സാക്ട്ലി, അതൊന്നും കള്ളത്തരമൊന്നുമല്ല, അതൊക്കെ ചെയ്ത് തുടങ്ങണം. അത് മനസ്സിലാക്കാൻ ആളുകൾക്കുള്ളൊരു ഇൻഫർമേഷൻ പ്ലാറ്റ്ഫോംസ് സ്ട്രോങ്ങർ ആയിട്ടില്ല. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് അല്ല അതിന് വേണ്ടത്. ദർ ആർ പീപ്പിൾ ഹു അണ്ടർസ്റ്റാൻഡ് ദ സയൻസ് ടു കം ഔട്ട് ആൻഡ് സ്പീക്ക്. അതിൻ്റെ പ്ലസ്സും മൈനസുകളെല്ലാം സംസാരിക്കണം. അപ്പോഴാണ് ആളുകൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. സോ എൻ്റെ ക്ലയൻസ് ഞാൻ എപ്പോഴും പറയും, ദേ വെരി ഇൻ്റലിജൻറ്റ് പീപ്പിൾ. യു ലുക്ക് അറ്റ് മൈ ക്ലയൻസ്. അത് മാത്രമല്ല, ഞങ്ങളിപ്പോൾ ആക്ടേഴ്സിന് കൊടുക്കുന്നൊരു മുഖഭംഗി, ഐ ഡോണ്ട് വോണ്ട് ടു നെയിം ആക്ടേഴ്സ്, പക്ഷേ പല ആക്ടേഴ്സും ഇപ്പോൾ പല റോളുകളും നോക്കുമ്പോൾ അവരുടെ മുഖം ഭയങ്കര ഫില്ലേഡായി തുടങ്ങി. കത്രീന കൈഫ്, ഐശ്വര്യ റോയ്, സുസ്മിത സെൻ, നമ്മുടെ ഇൻഡസ്ട്രിയിലത്തെ ആൾക്കാർ എനിക്ക് പറയണമെന്നില്ല. അപ്പോൾ പല ആളുകൾക്കും അവരുടെ മുഖം അങ്ങനെ ഫ്രോസൺ ആയി തുടങ്ങി. ഇപ്പോൾ ഞാൻ ലെറ്റ് മീ യൂസ് ദിസ് ഇൻ്റർവ്യൂ ടു ടെൽ, നിങ്ങളുടെ എസ്തെറ്റിക് ഫിസിഷ്യൻ, നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റ് ആൻറ്റി ഏജിങ്ങിന് വേണ്ടി ഫില്ലർ മാത്രമാണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് തരണമെങ്കിൽ ഡോണ്ട് ഗോ ദെയർ. ഫില്ലർ വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം ഭംഗി പോകും. അത് പിന്നീട് അതൊരു പില്ലോ ഫേസായി മാറും, ഇല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി വന്നു തുടങ്ങും. അതല്ല, ആൻറ്റി ഏജിങ് എന്ന് പറയുന്ന സിസ്റ്റം തന്നെ നിങ്ങളുടെ പല കാര്യങ്ങളും നോക്കണം. ഒരു ഫില്ലർ കുത്തിയിട്ട് മുഖം പിടിച്ചു നിർത്തൽ മാത്രമല്ല. സോ അതൊക്കെ മനസ്സിലാക്കാൻ എത്ര പേർക്ക് പറ്റും? നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പം ഒരു നാച്ചുറൽ രീതിയിൽ ആക്കിയെടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തോന്നണ്ടേ? അത് എത്ര ആൾക്കാർക്ക് തോന്നും അത്? സോ therefore I am ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. Yeah, you can say that. I will not deny it because I feel ക്വാളിറ്റി കംസ് വിത്ത് പ്രൈസിങ് എന്നുള്ളതൊക്കെ അതൊന്നും ഞാൻ ബിലീവ് ചെയ്യണില്ല. പക്ഷേ ഞങ്ങൾക്കൊരു സാധനം കൊണ്ട് നടക്കണമെങ്കിൽ അതിൻ്റേതൊരു ഓപ്പറേഷൻ കോസ്റ്റൊക്കെ ഉണ്ട് എന്ന് വെച്ച് പുറത്തുള്ളൊരു PRPക്ക് ഒരു 4000 രൂപ തൊട്ട് ഒരു 8000 രൂപ വരെ ഉണ്ടെങ്കിൽ ഞങ്ങളൊരു 5000-6000 രൂപയുള്ളൂ. അല്ലാണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ ഞങ്ങൾക്ക് കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ വി ആർ നോട്ട് ദ ചീപ്പസ്റ്റ്. കാരണം നിങ്ങൾ വന്നെടുക്കുന്നത് PRP മാത്രമായിരിക്കില്ല. PRP എടുക്കുന്നതിന് മുന്നേ ഇപ്പോൾ മുടിയുടെ കാര്യത്തിൽ തന്നെ വൈറ്റമിൻ D ഡെഫിഷ്യൻ്റ് ആണ്, റൂട്ടിൻ്റെ വാല്യൂ അത്ര ഒന്നും ഇല്ലെങ്കിൽ തലേ വന്ന് മേലെ വന്ന് PRP ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞങ്ങളുടെ സിസ്റ്റത്തിൽ സ്കാൽപ്പിൻ്റെ ഹെൽത്തും നോക്കും, PRP വേണമെന്നും നോക്കും, റൂട്ടിൻ്റെ വാല്യൂ കറക്റ്റാണോ നോക്കും, മിനറൽസ് എല്ലാം കറക്റ്റായിട്ട് എന്താ പറയുക ബാലൻസ്ഡ് ആണോ നോക്കാം. ഒലിഗോ സ്കാൻസ് ഉണ്ട്, ഈ പറഞ്ഞ മാതിരി ബ്ലഡ് റിപ്പോർട്ട് സിസ്റ്റംസ് എല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് ചിലപ്പോൾ 2 PRP ഞങ്ങൾ ചെയ്യുള്ളൂ. അപ്പം ഞാനെപ്പോഴും പറയും, അങ്ങനെ നോക്കണേ ദെർഫോർ ഐം എക്സ്പെൻസീവ് അല്ല. കാരണം നിങ്ങൾ 5 PRP മറ്റോടത്ത് കൊടുക്കുന്നതിൽ എന്നിട്ടും റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വരുമ്പോൾ ഇവിടെ 2 PRPയിലെ കാര്യം സോൾവ് ആവും. പക്ഷെ ആ 2 PRPയുടെ കൂടെ തന്നെ മൾട്ടി വിറ്റമിൻസും പ്രോഡക്ട്സും ഒപ്റ്റിമൈസേഷൻ ഓഫ് യുവർ സ്കാൽപ്പും ബ്ലഡ് റിപ്പോർട്ട്സും ഡയഗ്നോസിസ് സിസ്റ്റംസ് ഒക്കെ ഞങ്ങൾ ചെയ്യും. അപ്പോൾ ആ 2 PRPയിൽ കാര്യം തീർന്ന് നിങ്ങൾ സോർട്ടഡ് ആണ്. സോ ദ സിസ്റ്റം വാസ് എക്സ്പെൻസീവ്, നോട്ട് അവർ സർവീസസ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പോയിട്ട് ഒരു വെൽനസ് സെൻ്ററിലായിരുന്നു കുറച്ചധികം ദിവസം. എന്താണ് ആ വെൽനസ് സെൻ്റർ? അവിടെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു കംപ്ലീറ്റ് ഒരു ഗട്ട് ഹെൽത്തിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു സെൻ്ററാണത്. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിലുള്ള ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് എന്തുകൊണ്ട് കാര്യങ്ങൾ, നമ്മുടെ സപ്ലിമെൻറ്റേഷൻസും നമ്മുടെ ഭക്ഷണ രീതിയും വെച്ച് കുറേ കാര്യം. എനിക്ക് ഓറഞ്ച് ജ്യൂസ് പറ്റില്ല എന്നുള്ളത് എനിക്ക് അവരാ പറഞ്ഞത്. എനിക്ക് ഓറഞ്ച് ജ്യൂസ് എന്ത് ഇഷ്ടമുള്ള ഒരാളായിരുന്നു എന്നറിയോ. ആ ഓറഞ്ച് ജ്യൂസ് കാരണം എൻ്റെ ഗട്ടിലുണ്ടാവുന്ന ഇഷ്യൂസ് എല്ലാം അവർ കറക്റ്റ് ചെയ്തപ്പോൾ ഞാൻ 23 കിലോ കുറഞ്ഞു. അന്ന് ഐ വാസ് അബൌട്ട് 80 സംതിങ്, ഇപ്പം 58. അപ്പോൾ അത്രയും ഞാൻ വെയിറ്റ് കുറഞ്ഞത്. ആൻഡ് ഇപ്പോഴത്തെ മറ്റേ മൊഞ്ചാരോ അതൊന്നുമല്ല. ഐ ഹാവ് എ ഡിഫറെൻറ്റ് ടേക്ക് ഓൺ സച്ച് തിങ്സ്. അപ്പോൾ എൻ്റെ ആരോഗ്യം കൃത്യമായിട്ട് എൻ്റെ ബോഡി എന്നെ എങ്ങനെ മനസ്സിലാക്കിച്ച് തന്നത് ആ ഒരു സെൻറ്റർ മാത്രമാണ്. സോ വിവമായർ പോലത്തെ വേറെ പല സെൻറ്റേഴ്സും ഉണ്ട്. ഐ വെൻറ്റ് ദെയർ ബിക്കോസ് ദേ ആർ വൺ ഓഫ് ദോസ് ഫസ്റ്റ് പീപ്പിൾ ഹു സ്റ്റാർട്ടഡ് ഇറ്റ്. അപ്പോൾ ദേ ഒരു കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ഒരു ഗട്ടിനെ കുറിച്ച് പറഞ്ഞുതരും. ഞാനിത് ഐ ഹാവ് എ ഫ്രണ്ട് ഹു വർക്ക്സ് ഇൻ ബോളിവുഡ്. അവർ പറഞ്ഞൊരു കാര്യമാണ്, ആലിയ ഭട്ടും അവിടെ ഉണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞിരുന്നുണ്ട്. ആലിയ ഭട്ടിന് അപ്പാരൻ്റ്ലി പൈനാപ്പിൾ പറ്റില്ലായിരുന്നു അത്രേ. സോ ആ ഇൻഡസ്ട്രിയിൽ ഞാൻ കേട്ടൊരു കാര്യമാണ്, പൈനാപ്പിളൊക്കെ കൊണ്ട് ഇത്ര ബുദ്ധിമുട്ടുണ്ടാവും നമ്മളല്ലോ. പക്ഷെ ഞാൻ പോയപ്പോൾ എനിക്ക് ഓറഞ്ച് പ്രശ്നമാണെന്നുള്ളത് പറഞ്ഞു. സോ മേ ബി യെസ്
സോ ദർ ആർ എൻ്റെ അടുത്ത് റോ ഫുഡുകൾ അധികം കഴിക്കരുത്, സൂഷി പോലത്തെ ഫുഡുകൾ, കാരണം അതിൽ പാരസൈറ്റ് ലോഡുകൾ കൂടുതലാണ്. അപ്പോൾ ഓരോ ഭക്ഷണത്തിനെ കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അവർ തന്നു. ഞാൻ എങ്ങനെ ക്വാണ്ടിഫൈഡ് ഉള്ള ന്യൂട്രീഷൻ കഴിക്കണം, ഇത്ര ഒന്നും വാരി വലിച്ചൊന്നും കഴിക്കാൻ പാടില്ല, ഇന്ന സമയത്തിന് കഴിക്കണം, കഴിക്കുന്നതിനൊരു ഓർഡർ ഉണ്ട്, ആദ്യം കയ്പാ കഴിക്കേണ്ടത്, അങ്ങനെയൊക്കെ ഒരു ഓർഡർ, എൻ്റെ പ്ലേറ്റ് ബാലൻസിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം. സോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ. കാര്യം പറഞ്ഞ ക്യാൻസറൊക്കെ ഭയങ്കര കോമൺ അല്ലേ, നമ്മളായിട്ടൊരു എഫേർട്ട് ഇട്ടാലേ, നമ്മൾ ഓടിയാലല്ലേ നമ്മുടെ ബ്രാൻഡും ഇതൊക്കെ ഓടുള്ളൂ. അതെ, അവിടെ നിന്ന് എന്താണ് അഡാപ്റ്റ് ചെയ്തത് എഫ്രൈമിലേക്ക് കൊണ്ടുവന്നത്? അവിടുന്ന് അഡാപ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യം അങ്ങനെ ദർഫറൈമിലോട്ട് ആക്ച്വലി കൊണ്ടുവരാനില്ല. ബിക്കോസ് ഇതിൻ്റെ വിഷയം ഐ വോണ്ട് ടു ബ്രിങ് ഇറ്റ്. ബിക്കോസ് ഈ പറഞ്ഞ ഒരു ഗട്ട് കറക്ഷനിൽ എത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലായതുകൊണ്ട് ആ സിസ്റ്റം കൊണ്ടുവന്നാലും അത് ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള എക്സ്പേർട്സ് ഇവിടെ ഇല്ല. എൻ്റെ ഏറ്റവും വലിയ വിഷയം അതാണ്. കുറേ കാര്യങ്ങൾ ഞാൻ ഈ ലോകം മൊത്തം കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും ഞാൻ ദർഫറൈമിലോട്ട് കൊണ്ടുവരണമെന്ന് തോന്നിയാലും അതിൻ്റേതായ ഒരു എക്സ്പേർട്സും വരണ്ടേ. ഇപ്പോൾ ഒരു ECG വായിക്കാൻ സാധാരണക്കാരന് പറ്റുമോ? ഇല്ല, ഒരു ഡോക്ടറിനല്ലേ പറ്റുള്ളൂ. അതേപോലത്തെ റിപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഉള്ള എക്സ്പേർട്സ് നമ്മുടെ നാട്ടിലില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ടീമിലുള്ള ഡോക്ടേഴ്സിന് ആക്ച്വലി മനസ്സിലാവും. ഇപ്പോൾ ബോട്ടോക്സിൻ്റെ കാര്യം ഞാൻ എപ്പോഴും ഒരു ഡോക്ടറെ അടുത്ത് പറയും, ഡോക്ടർ ഇന്ന പിഗ്മെൻറ്റേഷന് ഇന്ന ഡെപ്തിൽ ഇന്ന സ്ട്രെങ്ത്തിൽ അത് ചെയ്യുന്നവർ. ഇറ്റ്സ് വെരി ഫണ്ണി ദാറ്റ് ആ ഡോക്ടർ, ഞങ്ങൾ ഓരോ ഡോക്ടേഴ്സിനെ ഒരു എന്താ പറയുക ടീമിനെ ഇപ്പോൾ അയക്കുന്നത്. ഇന്ന് ആക്ച്വലി ഞങ്ങളുടെ കൊച്ചി ടീമിനെ കൊറിയയിലേക്ക് വിട്ടിരിക്കുന്നതാണ് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്. അപ്പോൾ ആ ഡോക്ടറെ ബാങ്കോക്കിലോട്ട് അന്ന് വിട്ട് കഴിഞ്ഞിട്ട് ഡോക്ടർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല ഡോക്ടർ ഈ ബോട്ടോക്സും പിഗ്മെൻറ്റും എന്തിനാ ഇങ്ങനെ ചെയ്യണേന്നുള്ളത്. ഞാൻ വെച്ച് ഡോക്ടറിനെ അറിയണ്ടാവും ഞാൻ ചെയ്തു. അതുപോലെ എനിക്ക് മനസ്സിലായിട്ടില്ല, ചിലപ്പോൾ റവന്യൂവിന് വേണ്ടിയിട്ടാണോ ഡോക്ടർ ചെയ്യണേന്നുള്ളതൊക്കെ. പക്ഷെ ഞാൻ ബാങ്കോക്കിൽ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം ബോട്ടോക്സ് വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ എൻ്റെ ടീം ഓഫ് ഡോക്ടേഴ്സിനോട് പറഞ്ഞു, അത് ശരി, ഞാനൊരു കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ തിരിച്ച് ചോദിക്കേണ്ട അത് എന്തിനാ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു പല കാര്യങ്ങളും ഞങ്ങൾക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിലും അതിന് സപ്പോർട്ടീവായിട്ടുള്ള എക്സ്പേർട്സോ സിസ്റ്റംസോ ഒരു കമ്പനീസോ ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ വീവാമായറിന് ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഗട്ട് കറക്ഷനാണ്. ഭാവിയിൽ ഇൻഷാല്ലാ ഉടനെ തന്നെ കൊണ്ടുവരാം. ഓക്കെ. പണ്ട് ഈ സൗന്ദര്യ സങ്കല്പം അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധകം എന്നൊക്കെ പറയുന്നത് കുറച്ച് ക്രീമുകളിൽ അല്ലെങ്കിൽ കുറച്ച് മരുന്നുകളിലൊക്കെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ അത് IV മാറി. പിന്നെ നമ്മുടെ നോസ് കറക്റ്റ് ചെയ്യുന്നു, സ്കിൻ കറക്റ്റ് ചെയ്യുന്നു, ലിപ്പ് കറക്റ്റ് ചെയ്യുന്നു, സർജറികളിലേക്ക് മാറി. ഇങ്ങനെ കാലഘട്ടം ഓരോ മാറ്റത്തിനനുസരിച്ചിട്ട് നമ്മൾ മനുഷ്യർ മാറുകയാണ്. അതെ, എങ്ങനെയാണ് ഈ മാറ്റത്തെ നോക്കിക്കാണുന്നത്? നല്ലതല്ലേ, കാലത്തിനനുസരിച്ച് കോലം മാറി നടന്നു, അതിനിപ്പോൾ തെറ്റൊന്നുമില്ല. ഇതിപ്പോൾ വി ഹാവ് ടു ഫിറ്റ് ഇൻ ടു റേസ് ഓഫ് പീപ്പിൾ ഓർ മേ ബി ഒരു വലിയൊരു ജനക്കൂട്ടത്തിന് ഇപ്പോൾ ഇഷ്ടമുള്ളൊരു സൗന്ദര്യ സങ്കല്പത്തിലോട്ട് നമ്മളെ ഫിറ്റും ചെയ്യാനുള്ള ഇൻഡെക്സുകൾ ഉണ്ടെങ്കിൽ പോയി ചെയ്തോ, അതിനിപ്പോൾ എന്താ, ചെയ്യണതിനിപ്പോൾ ഒരു തെറ്റൊന്നുമില്ല. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ മൂക്കിന് സർജറി ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫേസിൽ എനിക്ക് ചെയ്തിരിക്കുന്ന ഒരു സർജറി എന്ന് ഞാൻ പറയുന്നത് മൂക്ക് മാത്രം. അയ്യോ എൻ്റെ മൂക്ക് എന്നൊക്കെ പറയുന്നതേ വൃത്തിയായിട്ട മൂക്കായിരുന്നു. അയ്യോ പഴയ ഇൻസ്റ്റഗ്രാം ഫോട്ടോ ഒക്കെ നോക്കിയാൽ മതി, ഇങ്ങനെ ഒരു ചപ്പാത്തി പോലത്തെ ഇങ്ങനെ ഒരു പരന്ന മൂക്കായിരുന്നു. ഇവിടം വരെ ഉണ്ടായിരുന്നു ആ മൂക്ക്. ഇപ്പോഴും ഉണ്ട് എൻ്റെ മൂക്കിൽ സർജറി ചെയ്ത സ്കാർ. പോയി എൻ്റെ ക്ലിനിക്കിൽ പോയിട്ട് CO2 ഫ്രാക്ഷൻ ലേസർ അടിച്ചാൽ മതി. പോകണ്ടേ, സമയം കിട്ടണ്ടേ എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ മൂക്കിന് ഞാൻ 3 വട്ടം സർജറി ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ഹേർഡ് പ്രിയങ്ക ചോപ്ര ഹാസ് ഡൺ സർജറി 7 times ഓൺ ഹർ നോസ് ഒക്കെ, ലൈക്ക് മേ ബി റൂമേഴ്സ്, ഐ ഹാവ് ഹേർഡ് ദാറ്റ്. പക്ഷെ ഒരു നോസ് ജോബ് ഒരാൾ ഒരു വട്ടം തന്നെ ചെയ്ത് കിട്ടുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ തടിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ചിന്നിൽ ഞാൻ ഫില്ലർ ഇട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഒരു ഷേപ്പ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. മുഖത്ത് ഇവിടുത്തെ ഒരു മസിൽ ഞാൻ ബോട്ടോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനത് ചെയ്യില്ല, കാരണം മുഖം ചെറുതായി ഇപ്പോൾ മെലിഞ്ഞപ്പോൾ. ഇനി ഞാനിത് വീണ്ടും ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ വല്ലാതെ ചെറുതാവും. അപ്പോൾ എൻ്റെ സൗന്ദര്യ സങ്കല്പത്തിനനുസരിച്ച് ഈ 42 വയസ്സിൽ ഞാൻ എന്നെ കാണുമ്പോൾ എൻ്റെ മൂക്കിനൊക്കെ ഒരു സൈഡ് പ്രൊഫൈലിൽ ഇത്ര ഒന്ന് നിൽക്കണം, എൻ്റെ ലിപ്സ് ഈ ആംഗിൾ ആയിരിക്കണം എന്നുള്ളത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. അതിപ്പോൾ ഇപ്പോൾ പല ആൾക്കാരും എന്നെ ആ വീവാമായറിൽ ഞാൻ പോയപ്പോൾ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ തള്ള ഇപ്പോൾ മറ്റേ എന്താണ് ഓൾഡ് ഏജ് ഹോമിൽ കയറി എന്നുള്ളതൊക്കെ ഇതുണ്ടായിരുന്നു. അതിപ്പോൾ എന്നെ കാണാൻ തള്ളയായിട്ട് നിങ്ങൾക്ക് തോന്നിയാലും എനിക്കറിയാം എൻ്റെ മനസ്സിൽ എൻ്റെ ചിന്തയിൽ ഞാൻ തള്ളയല്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സൗന്ദര്യവർദ്ധന എൻ്റെ തലയിലേക്ക് അനുസരിച്ച് എന്നെ കാണാൻ ഈ 42 വയസ്സൊന്നും എന്നെ കാണാൻ ഇല്ല എന്നുള്ള ഒരു സൗന്ദര്യ സങ്കല്പത്തിൽ ഫിറ്റും ചെയ്യാൻ ഞാൻ ചിലപ്പോൾ നോസ് ജോബും ചെയ്യും. ചെയ്യണതിന് ഒരു തെറ്റൊന്നുമില്ല, നമ്മുടെ ഇഷ്ടമാണല്ലോ അല്ലേ. ചെയ്യണതിനിപ്പോൾ എന്താ, അവനവൻ്റെ ഇപ്പം എനിക്കൊരിക്കലും ഞാൻ എൻ്റെ ഉപ്പാടും മോളല്ലേ, അവർ ഐശ്വര്യ റായ് അമിതാഭ് ബച്ചനൊന്നും അല്ല. അവർ നോർമലായിട്ടുള്ള മനുഷ്യന്മാർ, നാട്ടിലുള്ള ആളുകളുടെ ഒരു ഫീച്ചേഴ്സിൽ ജനിച്ചൊരു കുട്ടിക്ക് ഏറ്റവും നല്ലൊരു ഫീച്ചേഴ്സ് എൻ്റെ ഒരു ഫേഷ്യൽ ഫീച്ചേഴ്സിൽ അറ്റൈൻ ചെയ്യിപ്പിക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ അതിലെന്താ തെറ്റ്?
ഞാനൊരിക്കലും കെത്രിന കൈഫ് പോലെ ആവൂല എന്ന് എനിക്കറിയാം. ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു ആക്ടറിൻ്റെ ഒരു ഫേഷ്യൽ അനാട്ടമി അല്ലല്ലോ എനിക്ക്. മാറ്റണേനൊരു ഒരു പരിധിയൊക്കെ ഉണ്ട്. പക്ഷെ കിട്ടുന്നതിന് ഏറ്റവും ബെസ്റ്റ് കിട്ടുന്നതിന് ഇപ്പം എന്താ കുഴപ്പം? അതുപോലെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും ട്രെൻഡായിട്ട് വന്നിരിക്കുന്നതാണ് ഐബ്രോസ്, ഐ ലാഷസ്. പക്ഷെ ഇതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ടോക്കിൽ വന്നപ്പോൾ വീട്ടിലാണ് ഐ ലാഷസിന്റെ ഫിക്സിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഇത് ഭയങ്കരമായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ സിസ്റ്റത്തിൽ കൊണ്ടുവന്നിട്ട് ഒരു ഹൈജീനിക് ഒരു ഇതിൽ ഒരു എന്താ പറയുക, ഗവൺമെന്റ് ഒരു കൃത്യമായിട്ട് റെഗുലേഷൻ ഒന്നും കൊണ്ടുവരാതെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഡോക്ടർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇനി ഫ്യൂച്ചർ കേരളത്തിൽ ഇതിന്റെ ഒരു ഗ്രോത്ത് ഉണ്ടാവണമെന്ന് ഡോക്ടർ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? ഈ ഐലാഷ് എക്സ്റ്റൻഷൻസ് എന്നൊക്കെ പറയുന്നത് ഒരു സലൂൺ ഗ്രൂമിങ് സൈഡിലുള്ള സർവീസസ് ആണ്. അതിനൊക്കെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല. അത് നാട്ടുകാർ ഡ്യൂ ഡിലിജൻസ് അല്ലെങ്കിൽ ഒരു അവനവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് നല്ല സെൻറ്ററിൽ പോവുക, അല്ലാതെ അവരൊക്കെ എന്ത് പ്രൊഡക്റ്റാ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു വീട്ടിൽ വിളിച്ചു വരുത്തുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് ഹൈജീൻ പ്രാക്ടീസസ് ആർ റൈറ്റ്. ഇല്ലെങ്കിൽ ഒരു നല്ലൊരു പ്രോഡക്ട്സ് ആണ്. പ്രോഡക്ട്സിൽ ഈ പറഞ്ഞ പോലെ ഒരു വെറുതെ ഒരു വെള്ള ഡബ്ബയിൽ കൊണ്ടുവന്ന ഒരു ക്രീമോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനമൊന്നും അല്ലാതെ യു ഷുഡ് സീ ദ ബ്രാൻഡ്, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഇറ്റ്. അതൊക്കെ നാട്ടുകാർ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. അങ്ങനെയൊക്കെ തന്നെ ഇതിനൊരു ഗൈഡ് ലൈൻസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാതെ ഗവൺമെൻറ് തലത്തിൽ ഇതിനൊരു സ്ട്രിക്റ്റർ ആയിട്ടുള്ളൊരു ഗൈഡ് ലൈൻസ് എങ്ങനെ കൊണ്ടുവരാൻ ഇറ്റ്സ് ഗോയിങ് ടു ബി ടഫ്. കാരണം നമ്മൾ ദുബായ് അല്ല. ദുബായിലൊക്കെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം നടത്തിച്ചെടുക്കുകയാണെങ്കിൽ നാട്ടുകാർക്കും പേടിയുണ്ട്, ഗവൺമെൻറ് അത് പിടിക്കാനും അറിയാം. നമ്മുടെ നാട്ടുകാരും ഗവൺമെൻറ്റും ഒന്നും അങ്ങനെ ലൈൻഡ് അല്ല. അപ്പം അതുകൊണ്ട് എത്രത്തോളം അത് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. ഐ ക്യാൻ ഓൺലി പ്രോമിസ് ഫ്രം ദെർഫോർ ഐ എം ദാറ്റ് ഈ പറഞ്ഞ പല ഡെർമറ്റോളജി ക്ലിനിക്കുകളും എനിക്കറിയാം അവർ ഉപയോഗിക്കുന്നത് ആഫ്റ്റർ മാർക്കറ്റിൽ ഈ പറഞ്ഞ ഇന്ത്യ മാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഗ്ലൂട്ടതയോണുള്ളതാണെന്ന് എനിക്കറിയാം. എന്ന് വെച്ച് ഞാൻ പോയിട്ട് അവർ ചീത്ത പറയാൻ നിൽക്കില്ല. എൻ്റെ ക്ലയൻസിന് എൻ്റെ ബ്രാൻഡുകൾ കാണിച്ചു കൊടുക്കാം, നമ്മളിങ്ങനെയാണ് കാര്യങ്ങളാണെന്നല്ലാതെ വേറെ രീതിയിൽ എനിക്കൊരു സേഫ്റ്റി മെഷേഴ്സ് കൊണ്ടുവരാൻ പറ്റില്ല. ഐ ഡോണ്ട് നോ വാട്ട് മോർ ടു ഡു. എല്ലാത്തിനെ കുറിച്ച് ഇങ്ങനെ ഓപ്പറേറ്റ് പറയുമ്പോൾ ശത്രുക്കളുടെ എണ്ണം കൂടില്ലേ? എനിക്കറിയില്ല ശത്രുക്കളുണ്ടോയെന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ നേരത്തെ കാര്യം പറയാലോ, ഇത് എനിക്ക് മേ ബി ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ഞാൻ കോൺസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണോണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ശത്രുക്കളൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ശത്രുക്കൾ എന്നെ ആരും ചീത്ത വിളിക്കുന്നൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ചീത്ത വിളിക്കാൻ നിന്ന് കൊടുക്കാറുണ്ടെന്നല്ലേ? പറയാൻ പറ്റില്ലെന്ന്. എന്തിനാ നമ്മളെന്തിനാ വിഷമിക്കാൻ നിൽക്കണേ? അവരൊരു കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കൊരു ശത്രു ഉണ്ടെന്നുള്ളൊരു ചിന്തയോ അല്ലെങ്കിൽ നമ്മളീ പറയുന്നത് എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ എക്സ്പീരിയൻസസ് മനസ്സിലാക്കാത്ത ഒരാൾ എന്നെ വിളിച്ച് ചീത്ത പറയുക എൻ്റെ ശത്രുവായി മാറുന്നതിൽ ഞാനെന്നും പ്രാർത്ഥിക്കുള്ളൂ, ലെറ്റ് ഹിം ഗോ ത്രൂ മൈ എക്സ്പീരിയൻസസ് ഇൻ ദെയർ ലൈഫ്. ഓൺലി ദെൻ ദേ വിൽ പ്രോബബ്ലി അണ്ടർസ്റ്റാൻഡ് വൈ എം ഐ എ പെർട്ടിക്കുലർ വേ. അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന സർട്ടൻ സ്റ്റാൻസ് ഇൻ ലൈഫ്, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ചോയ്സസ് ഒക്കെ എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിൽ കൂടെ കടന്നു. എൻ്റെ കൂട്ടുകാർ എപ്പോഴും പറഞ്ഞ ഒരു കാര്യമാണ് ദാറ്റ് ഐ എം വെരി റിച്ച് ഇൻ എക്സ്പീരിയൻസസ്, അല്ലെങ്കിൽ ഐ എം വെരി ബ്ലെസ്ഡ് ഇൻ എക്സ്പീരിയൻസ്. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ അടുത്തും കൂടെ 2-3 ദിവസം കൊണ്ട് പറഞ്ഞിട്ടുള്ളൂ, നിലു യു ഹാവ് ടു ഫീൽ സോ ബ്ലെസ്ഡ് എന്ന്. എനിക്ക് എന്തോ ഒരു എക്സ്പീരിയൻസസ് ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ എക്സ്പീരിയൻസസ് ഒക്കെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മുടെ ചിന്തയും കാഴ്ചപ്പാടും നമ്മളെ ചീത്ത പറയാൻ വരുന്ന ആളുകളെ എങ്ങനെ നമ്മൾ നോക്കണം, കാണണം എന്നുള്ളതും ഒക്കെ മനസ്സിലാക്കി എടുക്കാനുള്ളൊരു എക്സ്പീരിയൻസ് പഠിച്ചോ എനിക്ക് തന്നിട്ടുണ്ട്. ഈ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഇപ്പം കുറേ പ്രതിസന്ധികൾക്ക് പുറത്ത് പറയാൻ പറ്റാത്തതുണ്ട്, കുറേ നമുക്ക് നമ്മുടെ ചുറ്റും നിൽക്കുന്നവർക്ക് അറിയാവുന്നതുണ്ട്. ഇതിനെയൊക്കെ ഓവർകം ചെയ്യുക എന്ന് പറയുന്നത് ഒരു വുമൺ ആയിട്ട് നമ്മൾ തന്നെയാണ് ഇതിനെല്ലാം ഫേസ് ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡിവോഴ്സ് വളരെ സക്സസ്ഫുള്ളി ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് ഇറങ്ങി വന്ന ഒരാളാണ് നിലു. രണ്ടുവട്ടം അതാണ് പ്രൗഡ്ലി പറയുന്നു. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ആ ഒരു വാക്ക് ഡിവോഴ്സ് എന്ന് പറയുന്ന വാക്ക് പേടിച്ചിട്ട് ഇവൻ പേരൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭാര്യമാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ ഇവർ ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഒരുപാട് പേര് വീട്ടിൽ അവർ നിൽക്കുന്ന ആ ഒരു സ്പേസിൽ നിന്ന് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് മക്കൾക്ക് വേണ്ടി. അല്ലെങ്കിൽ തിരിച്ചു ചെല്ലുമ്പോൾ കയറി ചെല്ലാൻ ഒരു വീടില്ല എന്നുള്ള പേരിൽ ഒരുപാട് സാക്രിഫൈസുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വുമൺ ആണ് മുമ്പിലിരിക്കുന്നതെങ്കിൽ എന്താണ് നില്ലു പറഞ്ഞു കൊടുക്കുന്നത്? അന്ന, നമുക്കിതേ എൻ്റെ ജീവിതത്തിൽ ഉള്ള ഒരു തീരുമാനങ്ങൾ പറയാൻ വളരെ എളുപ്പമാണ്. ഞാനൊരു പ്രിവിലേജ്ഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ വരുന്ന ഒരാളാണ്. ഓക്കെ, ഞാനൊരു തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത്
എൻ്റെ ഫൈനാൻഷ്യൽ കപ്പാസിറ്റിയോ എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടോ ഒന്നും എനിക്ക് നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ബിക്കോസ് അതൊക്കെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഡിവോഴ്സ് എടുത്ത് സക്സസ്ഫുൾ ആയി വളരെ നന്നായി അതിൽ നിന്ന് പുറത്ത് വരുമ്പോൾ കോടിക്കണക്കിന് പെൺകുട്ടികൾക്ക് അത് പറ്റണമെന്നില്ല. കാരണം അവർ വളർന്നു വന്നിരിക്കുന്ന ചിന്താഗതിയോ അവരെ പേരൻസിൻ്റെ ചിന്താഗതിയോ എൻ്റെ പേരൻസിനെ പോലെ ആയിരിക്കണം എന്നില്ല. എൻ്റെ ഫാദർ ഇസ് എൻ IIT എഞ്ചിനീയർ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ഓക്കെ, സോ ആ ഒരു എക്സ്പോഷറും എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടും എല്ലാം ആവുമ്പോൾ ചിന്ത മാറുമായിരിക്കും. അത് ഐ ഫീൽ ബ്ലെസ്ഡ് ബിക്കോസ് ഐ ഹാവ് എ പേരൻറ്റ് ലൈക്ക് ദാറ്റ്. രണ്ട്, ഒരു ഫൈനാൻഷ്യലി ഒരു സ്റ്റേബിളായിട്ടൊരു കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. എനിക്ക് ഓപ്പൺലി എന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ഹലോ ഇത് നടക്കൂല, എനിക്കിത് പറ്റൂല എന്ന് പറഞ്ഞ് എനിക്ക് ഇറങ്ങി വരാൻ എളുപ്പമായിരുന്നു. സോ എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു ലേഡിക്ക് ഇതൊന്നും ഇല്ലാത്ത ഒരാളോട് എന്ത് അഡ്വൈസ് കൊടുക്കണം? ഈ ചോദ്യം എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്. ഈ പല വിമൻ ഡിസ്കഷൻ ഫോറംസ് അതൊക്കെ എന്നെ വന്ന് പ്രസംഗിപ്പിക്കുമൊക്കെ ഇത് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് അവനവൻ്റെ ഉള്ളിലുള്ള ഒരു ധൈര്യം സംഭരിച്ച് ഈ മുന്നിലോട്ടുള്ള റിസ്കുകളെ അവനവൻ ഏറ്റവും ബെസ്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്ത് പുറത്തിറങ്ങുക എന്നുള്ളത് മാത്രമാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മൾ ത്രൈവ് ചെയ്യില്ല. ഏത് കാലത്തും ആ വിഷമവും സങ്കടവും വെച്ച് നമ്മൾ ജീവിക്കണം. അതിൻ്റെ പകരം പുറത്തിറങ്ങിക്കഴിഞ്ഞാലുള്ള ചാലഞ്ചസ് അറിയില്ല, ഗോ മീറ്റ് ഇറ്റ്. മേ ബി ഏറ്റവും കൂടുതൽ ഇപ്പം അടുത്ത ഒരു സിഇഒയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടതാണ്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ള നമ്മൾ സർവൈവ് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റബിലിറ്റി നമുക്ക് കൂടും. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് ധൈര്യം കൂടും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എൻവയൺമെൻറ്റും നമ്മളെ ത്രൈവ് ചെയ്യും നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തൊരു എൻവയൺമെൻറ്റിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ചിന്തകൾ നമുക്ക് കാണാൻ പറ്റില്ല. വെൻ ദ വാട്ടർ ഇസ് നോട്ട് കാം യു വിൽ നോട്ട് സീ യുവർ റിഫ്ലക്ഷൻ. നമുക്കത് കാണാൻ പറ്റില്ല. ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ദ വേൾഡ് ഇസ് നോട്ട് ദാറ്റ് ബാഡ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. നമ്മൾ പുറത്തിറങ്ങി എന്താ പറഞ്ഞ ഒരു വാശിപ്പുറത്ത് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഡു ഇറ്റ്. എന്താ മേ ബി ഒന്നൊന്ന് തുടങ്ങേണ്ടി വരും, പക്ഷെ എന്നാലും 4-5 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പില്ലേ യു വിൽ ബി ഹാപ്പി അബൌട്ട് യുവർ ഡിസിഷൻ. പേരൻസ് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ആ ഡിസിഷൻ എന്നാലും ഇതന്നെ ഞാൻ ചെയ്യുള്ളൂ. എൻ്റെ പേരൻസിനും എൻ്റെ കൂട്ടുകാർക്കും നല്ലോണം അറിയാം. ഇന്നും ഞാൻ ചില കാര്യങ്ങൾ എൻ്റെ വിശ്വാസത്തിന് എനിക്കത് ചെറുപ്പം തൊട്ടേ അത് വീട്ടുകാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അത് യുവർ ഡിസിഷൻസ് ആർ ഓൾവേസ് വെരി ഫേം. അതല്ലെങ്കിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും, അതെന്താ ഇങ്ങനെ. പിന്നെ നമ്മുടെ ഐ കം ഫ്രം എ വെരി ഹ്യൂജ് ഫാമിലി, ഒരു ബിഗ് ഫാമിലി. നമ്മുടെ വീട്ടിൽ തന്നെ ഡിവോഴ്സുകൾ സംഭവിച്ചിട്ടുണ്ട്, ബിസിനസ്സുകൾ അപ്പ് ആൻഡ് ഡൗൺ ആൾക്കാർ. ഐ എം ഒബ്സർവിങ് ഓൾ ദിസ്. ഞാൻ എൻ്റെ ഒബ്സർവേഷനിൽ കൂടെ പഠിച്ച പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈവൺ ഇഫ് മൈ പേരൻസ് ആർ നോട്ട് സപ്പോർട്ടീവ്, ഐ ഹാവ് ബിൽഡ് എൻ എഡ്യൂക്കേഷണൽ സിസ്റ്റം ബിഹൈൻഡ് മീ. നോ, ദാറ്റ്സ് ഇനഫ്. നോ, ഈ പ്രായമായിട്ടുള്ള പേരൻസിന് മുന്നിൽ വരുന്ന ജനറേഷൻസിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത കപ്പാസിറ്റി ഇല്ലാത്ത പേരൻസിനോട് തല്ലുടിക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് ബിൽഡ് യുവർ പാത്ത് വേ. പക്ഷെ അവിടെ മണി എന്ന് പറയുന്ന ഫാക്ടർ ഭയങ്കര വലുതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പറയും ഫിനാൻഷ്യൽ ലിറ്ററസി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കായിരിക്കും. ഈ ഒരു ടോപ്പിക്കിന് ശേഷം നിലവിനോട് എല്ലാവരും ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം അതായിരിക്കും. പക്ഷെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് പൈസ വേണം, എല്ലാവർക്കും പൈസ വേണം. ഇപ്പം എന്നോട് ഒരിക്കൽ ചോദിച്ചു, മണിക്ക് അന്ന കൊടുക്കുന്ന വാല്യൂ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിന്നൊരാൾ എന്നെ വിളിച്ച് ചോദിച്ചാൽ ഒരു 1000 രൂപ കൊച്ചി ഒരു 1000 രൂപ GPay ചെയ്യാമെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോട് പോയി ചോദിക്കാതെ ഇട്ട് കൊടുക്കാൻ പറ്റണം. എന്നെ സംബന്ധിച്ചൊരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് അതാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കാം. പക്ഷെ ഞാൻ അവിടെ കാണുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡത്തേക്കാൾ ഒരു ഡിസിഷൻ ഫ്രീഡം, സ്ത്രീകൾക്കൊരു തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓഫ് കോഴ്സ് അതാണ്. കാശിന് ഞാൻ ഫ്രീഡമായിട്ടേ കാണുന്നുള്ളൂ. ഈ പൈസ എന്ന് പറയുന്ന കാര്യം ഇസ് ഓൾവേസ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് സംതിങ് ദാറ്റ് ഐ എം ഡൂയിങ് ദാറ്റ് ഇസ് ഫ്യൂവലിങ് മൈ ഡിസിഷൻസ്. ദാറ്റ്സ് ഹൗ ഐ സീ ഇറ്റ്. എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന പൈസ എൻ്റെ ഡിസിഷൻസിന് ഫ്യൂൽ ചെയ്യുന്നുണ്ടോ, അതിനെ അങ്ങനെ കാണുന്നുള്ളൂ. അപ്പോൾ അവനവൻ്റെ ഈ ലൈഫ് ഡിസൈൻ ചെയ്യുന്ന ഓരോ മൈൽ സ്റ്റോൺസിനും ആവശ്യമുള്ള പൈസ ഉണ്ടാക്കുന്ന ഡിസൈനാണോ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണമെന്ന് എന്നുള്ളത് നോക്കിയാൽ മതി. എൻ പോയിന്റ് എനിക്കൊരു വലിയ പൈസക്കാരത്തി ആവണമെന്നല്ല. ദാറ്റ് വിൽ നോട്ട് ഗെറ്റ് മീ എനിവെയർ. സോ ഡിസിഷൻസ് എടുക്കുന്നത് തന്നെയാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. സംടൈംസ് യു ഡോണ്ട് നീഡ് ദ മണി ടു ടേക്ക് ദ ഡിസിഷൻസ്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിന് നമ്മുടെ ചിന്തയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കാൻ പൈസ ഒന്നും വേണമെന്നൊന്നുമില്ല. സോ ഡിസിഷൻസ് മാറ്റർ. നമ്മുടെ ഈ ഐ നോ വാട്ട് യു ആർ ട്രൈങ് ടു ആസ്ക് മീ. ഇതിപ്പോൾ എന്താ പറയുക, നമ്മുടെ ഒരു ലേഡി കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ അവനവൻ്റെ ഡിസിഷൻസ് എടുക്കുമ്പോൾ ഇൻലോസ്
ഭയങ്കര ടാസ്ക്കാണ്. husbands I don't want to speak about my personal journey because I know ഞാൻ എപ്പോഴും ആലോചിക്കും എനിക്കത് സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തോരം പെൺകുട്ടികൾക്ക് അത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ വരുന്നൊരു ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ എഡ്യൂക്കേഷണൽ എന്താ ബാക്കപ്പ്, എൻ്റെ ഫൈനാൻഷ്യൽ ബാക്കപ്പ്, എൻ്റെ ദി പെഡിഗ്രി ദാറ്റ് ഐ കം ഫ്രം ഒക്കെ എക്സ്ട്രീംലി പ്രിവിലേജ്ഡാണ്. ആ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിൽ വന്നൊരു പെൺകുട്ടിക്ക് ഞാൻ ഫേസ് ചെയ്യേണ്ട മാരേജിലുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എൻ്റെ അമ്മോ ഇത് എത്ര പേർക്ക് ഇത് സംഭവിച്ചിട്ടുണ്ടാവും. ഒരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് പറ്റില്ല. ഇന്ന സമയത്ത് വീട്ടിൽ ഞാൻ എത്തിയിരിക്കണം. ഇറ്റ് വാസ് ടഫ്. ഒരു ബിസിനസ് ഓൺട്രപ്രണേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, നമ്മളൊക്കെ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യണ സമയത്ത് 24 മണിക്കൂർ 7 ദിവസവും നമ്മുടെ തലയിൽ ഇതന്നെയല്ലേ ചിന്ത. നമ്മളെല്ലാം കൂടെ പറഞ്ഞ പോലെ ഞാൻ ആകെ ഈ പറഞ്ഞ ഉപ്പാടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് എടുത്ത് തുടങ്ങിയൊരു ബിസിനസ്സാണ് ഞാൻ. ആ ഉപ്പാടെ കയ്യിൽ നിന്ന് തുടങ്ങിയിരിക്കുന്ന ആ ബിസിനസ്സിനെ പിടിച്ചു നിർത്താൻ അഗൈനൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് പൈസ വെച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് വില പോവും. അപ്പോൾ ആദ്യം എടുത്ത പൈസ കഴിഞ്ഞിട്ട് എനിക്ക് ചോദിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ബിസിനസ്സിനെ പിടിച്ചു നിർത്തുകയാണ്. ആ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ എനിക്കൊരു വില ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലായി. പക്ഷെ ആ വില ഒന്നുമല്ല നമ്മുടെ കല്യാണം കഴിച്ച് പോയാൽ ചിലപ്പോൾ ആ വില ഒന്നുമല്ല. അവർക്ക് വേറെ ഒരു കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഞാനെപ്പോഴും ആലോചിക്കും, ഞാനൊരു മിടുക്കിയല്ലേ, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റില്ലേ? ആ വീട്ടിൽ എല്ലാവരെക്കാളും കൂടുതൽ ഞാനായിരുന്നു പൈസ ഉണ്ടാക്കേണ്ടായിരുന്നത്. അപ്പോൾ ഷുഡൻറ്റ് യു ബി ഹാപ്പി ദാറ്റ് എ വുമൺ ഇസ് കോൺട്രിബ്യൂട്ടിങ് ടു ദി എൻവയൺമെൻറ്റ്, ഫാമിലി ഡിസിഷൻസ് ആൻഡ് ഓൾ ദാറ്റ്. അതിനൊക്കെ ഇനിയും കേരളം വളരേണ്ടതുണ്ട്. സ്ത്രീകൾ അതൊക്കെ ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ചുറ്റുമുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും. അതിന് നമ്മുടേതായ ഡിസിഷൻസിൽ നിൽക്കണം. അതെ, ഓക്കെ. അപ്പോൾ അടിപൊളി ഒരു ഇൻട്രാക്ഷൻ ആയിരുന്നു. ഞാൻ ഒരുപാട് വുമൺ എംപവർമെൻറ്റിനെ കുറിച്ച് ചോദിക്കുന്നില്ല, കാരണം ഒരുപാട് ടോക്ക് ഷോസ് വുമൺ എംപവർമെൻറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ വുമൻസിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ല, എനിക്ക് അറിഞ്ഞൂടെ ആളുകൾ എന്തിനാണ് ഇങ്ങനെ കാര്യത്തിന് വിളിക്കണേന്നുള്ളത്. പക്ഷെ ഞാൻ എന്നും എൻ്റെ ചിന്തയും എൻ്റെ തീരുമാനങ്ങളും എൻ്റെ റൈറ്റിയസ്നെസ്സുമാണ് ഞാൻ പുറത്തിടുക. അത് മനസ്സിലാവുന്നവരുണ്ടാവും, മനസ്സിലാവാത്തവരുണ്ടാവും, അത് ഉപയോഗിച്ചാൽ അവരുടെ ജീവിതത്തിൽ അത് പറ്റാത്തവരുണ്ടായിരിക്കും. ഐ സ്പീക്ക് മൈ ഹാർട്ട് ഔട്ട്, ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ടായിരിക്കും എല്ലാവരും വിളിക്കുന്നത്. വളരെ ഓപ്പണപ്പായിട്ട് സംസാരിക്കുന്നു, വളരെ നമുക്കൊരു സ്പേസ് തരുന്നു. ഇപ്പം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിൽ നിന്ന് പാൻ ഇന്ത്യയിലേക്കൊക്കെ വളർന്ന ബ്രാൻഡുകൾ നമുക്ക് അപ്രോച്ചബിൾ അല്ലാത്ത ബ്രാൻഡുകളുണ്ട്. പക്ഷേ നിലു ആ ഒരു സർക്കിളിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി അപ്രോച്ചബിൾ ആണ്. ഒരു എപ്പോഴും നമ്മുടെ ഒരു വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളോട് സംസാരിക്കുന്ന ഫീലിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എനിവേ, അപ്പോൾ വളരെയധികം സന്തോഷം. നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ വരുമ്പോഴേക്കും നമ്മൾ 4 വർഷങ്ങൾക്ക് മുന്നേ വന്നു, ഇപ്പൊ വീണ്ടും വന്നു, നമ്മൾ പാൻ ഇന്ത്യയിൽ എത്തി നിൽക്കുകയാണ്. അടുത്ത 4 വർഷങ്ങൾക്ക് അപ്പുറം നമ്മൾ ഇന്റർനാഷണൽ ബ്രാൻഡായിട്ട്, കാരണം അതൊരു യാത്രയായിരിക്കുമല്ലോ ഇനി മുന്നോട്ട്. അപ്പൊ ആ യാത്രയിൽ ഉണ്ടാകുന്ന അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം നമുക്ക് ഒന്നുകൂടെ ഷെയർ ചെയ്യാം. ആ ഷെയറിങ്ങിലൂടെ ഒരുപാട് പേർക്ക് ഒരു ഇൻസൈറ്റ് ആയിരിക്കും. കാരണം കേരളത്തിൽ നിന്ന് ഒരുപാട് ബ്രാൻഡുകൾ വളർന്നു വരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് പലപ്പോഴും കേരള മാർക്കറ്റിൽ നിൽക്കുക, പിന്നെ ദുബായ്, മാക്സിമം ആളുകൾ ശ്രമിക്കുന്നത് ഈ 2 സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊരു ടോട്ടൽ ഒരു പാൻ ഇന്ത്യ അല്ലെങ്കിൽ ടോട്ടൽ ഒരു വേൾഡ് വൈഡ് എത്തിക്കുക എന്ന് പറയുന്ന അത്രയും ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പം അതിന് ഒരു നല്ല എക്സാമ്പിളായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.